പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായം 25-ാം ശ്ലോകം. സക്താ കർമ്മണ്യവിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാത് വിദ്വാൻ തഥാ സക്തഃ ത്യജേഷുർലോകസംഗ്രഹം. ഭാഷ്യം. യദി പുനരഹമിവ ത്വം കൃതാർത്ഥബുദ്ധിഃ ആത്മവിദന്യോ വാ തസ്യാപ്യാത്മനഃ കർത്തവ്യാഭാവേവി പരാനുഗ്രഹേവ കർത്തവ്യേത്യാഹ. അഹമിവത്വം കൃതാർത്ഥബുദ്ധി. ഭഗവാൻ സ്വയം പറയുന്നു, കൃതാർത്ഥബുദ്ധിയാണ് നീയെങ്കിൽ, നീ അല്ല എങ്കിലും ആത്മവിത്ത് ആണ്. കർത്തവ്യം ആത്മനഃ കർത്തവ്യ അഭാവേവി, സ്വയം കർത്തവ്യം ഇല്ല എങ്കിലും പരാനുഗ്രഹ ഏവ കർമ്മം ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണെന്ന് പറയുന്നു. സക്താഹ കർമ്മണി അസ്യ കർമ്മണ ഫലം മമ ഭവിഷ്യതി അവിദ്വാംസ യഥാ കുർവന്തി. അവിദ്വാംസ അജ്ഞാനികൾ, സാധാരണ മനുഷ്യർ, കർമ്മണി സക്താഹ യഥാ കുർവന്തി, കർമ്മത്തിൽ ആസക്തിയോടുകൂടി. കർമ്മത്തിലുള്ള ആസക്തി എന്താണ്? കർമ്മണ ഫലം മമ ഭവിഷ്യതി, ഈ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഫലം എനിക്കുണ്ടാകണം എന്ന് കരുതി സാധാരണ മനുഷ്യരെല്ലാം കർമ്മത്തിൽ വളരെ താത്പര്യപൂർവ്വം പ്രവർത്തിക്കുന്നു. അതുപോലെ കുര്യാത് വിദ്വാൻ ആത്മവിത്ത് തഥാ അസക്തഃ സൻ. കർമ്മം എങ്ങനെയാണോ താല്പര്യപൂർവ്വം അജ്ഞാനി ചെയ്യുന്നത്, അതുപോലെ കർമ്മം വിദ്വാനും ചെയ്യുന്നു. കുര്യാത് വിദ്വാൻ, അറിവുള്ളവനും ചെയ്യുന്നു, ജ്ഞാനിയും ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെ കർമ്മത്തിൽ താല്പര്യം ഒരുപോലെയാണ്. പക്ഷെ വ്യത്യാസം എന്താണ്? അസക്തഃ സൻ, അസക്തനായി. കർമ്മണഃ ഫലം മമ ഭവിഷ്യതി എന്നുള്ള ആഗ്രഹമില്ലാതെ, ഈ കർമ്മത്തിന്റെ ഫലം എനിക്ക് കിട്ടണം എന്നുള്ള താല്പര്യമില്ലാതെ, അതേസമയം കർമ്മത്തിൽ താല്പര്യപൂർവ്വം വിദ്വാനും കർമ്മം അനുഷ്ഠിക്കുന്നു. തദ്വ കിമർത്ഥം കരോതി, എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നു? വിദ്വാൻ തത് ശൃണു, അത് കേൾക്കൂ. ചികീർഷു കർത്തും ഇച്ഛു ലോകസംഗ്രഹം, ലോകസംഗ്രഹം, ലോക നന്മയെ ആഗ്രഹിച്ചുകൊണ്ട്. അജ്ഞൻ കർമ്മം ചെയ്യുന്നത് പോലെ തന്നെ ജ്ഞാനിയും കർമ്മം ചെയ്യുന്നു. സ്വന്തം ഉദാഹരണമാണ് നേരത്തെ എടുത്ത് കാണിച്ചത്. നമ്മെ പാർത്ഥാസ്ത്യ കർത്തവ്യം ദൃശ്യലോകേഷു കിഞ്ചന, ഈ 3 ലോകങ്ങളിൽ എനിക്ക് കർമ്മം ചെയ്ത് നേടേണ്ടതായിട്ടൊന്നുമില്ല, എന്നാൽ ഞാൻ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ജ്ഞാനിയും അജ്ഞാനിയും ബാഹ്യമായ ദൃഷ്ടിയിൽ കർമ്മരംഗത്ത് ഒരുപോലെ തന്നെയാണ്. കർമ്മത്തിൽ താല്പര്യം ജ്ഞാനിയും കാണിക്കുന്നുണ്ട്, കർമ്മത്തിൽ ഉദാസീനനല്ല ജ്ഞാനി. അതുപോലെ എന്നാണ്. തഥാ, അതുപോലെ അജ്ഞൻ എങ്ങനെയാണോ കർമ്മരംഗത്ത് നിന്ന് താല്പര്യപൂർവ്വം കർമ്മത്തിൽ പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ. അതുപോലെ എന്ന് പറയുമ്പോൾ ബാഹ്യമായി ധർമ്മം അനുഷ്ഠിക്കുന്നു. പക്ഷെ വ്യത്യാസം ആന്തരികമായ ഭാവത്തിൽ മാത്രം.
ഒരിടത്ത് സക്തന്മാരായി ചെയ്യുന്നു, മറ്റൊരിടത്ത് അസക്തനായി ചെയ്യുന്നു. അജ്ഞൻ സക്തനായി ചെയ്യുന്നു, കർമ്മഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് കർമ്മത്തിൽ മമതയോടുകൂടി ചെയ്യുന്നു. ജ്ഞാനി അസക്തനായി ചെയ്യുന്നു. അപ്പോൾ ജ്ഞാനിയുടെയും അജ്ഞാനിയുടെയും കർമ്മത്തെ ബാഹ്യമായി തിരിച്ചറിയാൻ സാധ്യമല്ല. ആന്തരികമായ ഭാവത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും കഴിയത്തില്ല. വ്യത്യാസം അവിടെയാണ്. ആന്തരികമായ ഭാവത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഇവിടെ പറയുന്നത് വിദ്വാനും ജ്ഞാനിയും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതാണ് നേരത്തെ ജനകന്റെ ഉദാഹരണം പറഞ്ഞത്. ജനകൻ ജ്ഞാനിയാണ്, കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ജ്ഞാനി കർമ്മത്തെ ത്യജിക്കുന്നു, കർമ്മം ഉപേക്ഷിക്കുന്നു. അതുകൊണ്ട് തനിക്ക് എന്തുകൊണ്ട് ഉപേക്ഷിച്ചുകൂടാ എന്ന് അജ്ഞാനി ചിന്തിക്കും. അത് പാടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനിയും കർമ്മത്തെ ഉപേക്ഷിക്കുന്നില്ല, കർമ്മത്തെ സന്യസിക്കുന്നില്ല. ജ്ഞാനിക്ക് ആ കർമ്മം കൊണ്ട് സ്വാർത്ഥം ഒന്നും ഇല്ല. അതുകൊണ്ടത് ലോകസംഗ്രഹം. ലോകസംഗ്രഹത്തിന് വേണ്ടി ജ്ഞാനി കർമ്മം ചെയ്യുന്നു. കുര്യാ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ജ്ഞാനിയെ വിധിക്കുകയല്ല, ജ്ഞാനിയുടെ നിലയെക്കുറിച്ച് പറയുകയാണ്. ജ്ഞാനി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജ്ഞാനി വിധിക്കാൻ ആർക്കും അവകാശമില്ല. വിധി നിഷേധങ്ങൾക്ക് അതീതനാണ്. പക്ഷെ ജ്ഞാനിയുടെ അസ്ഥിതിയെക്കുറിച്ച് പറയുന്നു, അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. ഈ ഭാഗത്തെ എടുത്തുകൊണ്ട് തന്നെ ചില വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. ഇവിടെ ജ്ഞാനിയും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു ലോകസംഗ്രഹത്തിന് വേണ്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ബാഹ്യമായ കർമ്മത്യാഗം ഗീതയിൽ ഉപദേശിക്കുന്നില്ല. അങ്ങനെ ചൊല്ലി വ്യാഖ്യാനിക്കുന്നു. ബാഹ്യമായ കർമ്മസന്യാസം ഗീതയിൽ നിർദ്ദേശിക്കുന്നില്ല. പിന്നെ ഭാഷ്യകാരൻ പറയുന്നതോ സർവകർമ്മസന്യാസം. കാരണം ഇവിടെ ഇപ്പോ ഗീതാകാരൻ പറയുന്നത് എങ്ങനെയാണോ അജ്ഞാനി കർമ്മം ചെയ്യുന്നത് അതുപോലെ തന്നെ ജ്ഞാനിയും ലോകസംഗ്രഹത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ സർവകർമ്മസന്യാസം, ജ്ഞാനിക്ക് സർവകർമ്മസന്യാസം പറഞ്ഞിരിക്കുന്നു. ഭാഷ്യകാരൻ അതാണ് പറയുന്നത്. അതെങ്ങനെ ശരിയാകും? വിദ്വത് സന്യാസം എന്ന് പറയുന്നു. ജ്ഞാനി സർവകർമ്മങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അജ്ഞാനിക്ക് കർമ്മം ഉപേക്ഷിക്കാൻ പറ്റില്ല, ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു. ജ്ഞാനനിഷ്ഠയും കർമ്മവും പൊരുത്തപ്പെടത്തില്ല, അതുകൊണ്ട് കർമ്മത്തെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നു ജ്ഞാനി. ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്താണ്? ജ്ഞാനി അവിദ്വാനെ പോലെ തന്നെ കർമ്മത്തിൽ താല്പര്യപൂർവ്വം കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം, മനസ്സിൽ അനാസക്തനുമായിരിക്കണം. അങ്ങനെ വരുമ്പോൾ പിന്നെ കർമ്മസന്യാസം എവിടെ നിൽക്കും? അതുകൊണ്ട് കർമ്മസന്യാസം എന്ന് പറയുന്ന ഒന്ന് ബാഹ്യമായ ത്യാഗം ഗീതയിൽ പറയുന്നില്ല എന്നാണ് ചിലർ പറയുന്നത്. ആചാര്യസ്വാമികൾ വ്യാഖ്യാനിച്ചിരിക്കുന്നതോ അത് പറയുന്നത് ഒരു ദുരാഗ്രഹമാണ് എന്നാണ് ചില വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഭാഷ്യകാരന്റെ ഒരു ദുരാഗ്രഹമാണ് അങ്ങനെ കർമ്മസന്യാസത്തെ ഇവിടെ നിർബന്ധമായി വേണമെന്ന് പറയുന്നു. ഇവിടെ അങ്ങനെ പറയുന്നതിനുള്ള ഒരു പഴുതും കാണുന്നില്ലെന്നാണ്. അതിന് ഭാഷ്യക്കാരനെ അനുകൂലിക്കുന്നവരെന്താണ് പറയുന്നത്? അവർ പറയുന്നത് വിദ്വാൻ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് അത്തരം ജനകനെ പോലെയുള്ളവർ ഉദ്ദേശിച്ചിട്ടാണ്. ജനകനും മറ്റും കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടേയിരുന്നു. അത്തരക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് കർമ്മയോഗത്തിന്റെ പ്രകരണത്തിൽ. അവിടെ ഇപ്പോൾ കർമ്മയോഗത്തെ അവശ്യം അനുഷ്ഠിക്കണമെന്ന് അതിന് അധികാരികളായിട്ടുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഉപദേശിക്കുകയാണ്.
അപ്പോൾ കർമ്മത്തിന്റെ പ്രാധാന്യം അവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ആ കർമാനുഷ്ഠാനത്തെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്. ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചുകൊണ്ട് ജനകനെ പോലെയുള്ള മഹാത്മാക്കളും കർമ്മം ചെയ്തിരുന്നു. പക്ഷേ കർമ്മത്യാഗം ചെയ്ത ശുഖബ്രഹ്മർഷി പോലെയുള്ളവരുടെയും ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ അതിനെന്താണ് പ്രമാണം? അങ്ങനെ ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം. ചിലർ പൂർണ്ണമായി കർമ്മത്യാഗവും ചെയ്യുന്നു. അങ്ങനെയുള്ളവരുണ്ട്. ചിലർ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു, ചിലർ കർമ്മത്തെ ത്യജിച്ചിരിക്കുന്നു. അങ്ങനെ രണ്ടു കൂട്ടരെയും കാണാം. ഭഗവാൻ സ്വന്തം ഉദാഹരണം പറഞ്ഞു, താൻ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ മറ്റു ചില മഹാത്മാക്കൾ കർമ്മം ഉപേക്ഷിച്ചിരിക്കുന്നതായിട്ടും കാണും. അപ്പൊ കർമാനുഷ്ഠാനത്തിനും കർമ്മ സന്യാസത്തിനും രണ്ടിനും പ്രസക്തിയുണ്ട്. ആത്മനിഷ്ഠയിൽ ജ്ഞാനികൾ രണ്ടു തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സർവകർമ്മ സന്യാസപൂർവകമായ ആത്മജ്ഞാനനിഷ്ഠ കൊണ്ട് മാത്രമേ മോക്ഷം ഉണ്ടാകൂ എന്ന് പറയുന്നു. ജ്ഞാനവും കർമ്മവും ഒരിടത്ത് ഇരിക്കത്തില്ല എന്ന് പറയുന്നു. പരസ്പര വിരുദ്ധമാണെന്ന് പറയുന്നു. അപ്പൊ ജ്ഞാനികളിൽ ജ്ഞാനവും കർമ്മവും ഒരുമിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. അതിന് സമാധാനം പറയുന്നത് കർത്തൃത്വ ബോധത്തോടുകൂടിയ കർമ്മവും ആത്മബോധവും ഒരുമിച്ചിരിക്കത്തില്ലെന്നാണ്. തത്വജ്ഞാനിയിലിരിക്കുന്ന കർമ്മം അവിടെ കർത്തൃത്വ ബോധമില്ലാത്തതുകൊണ്ട്, അഹന്ത അവിടെ ഇല്ലാത്തതുകൊണ്ട് അത് ജ്ഞാനത്തോടുകൂടി ഇരിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ മുന്നൊരു ഭാഗത്ത് പറഞ്ഞു, ആ കർമ്മത്തെ കർമ്മമായി തന്നെ ഗണിക്കാൻ പാടില്ല. അതുകൊണ്ട് കർമ്മമാകാം, കർമ്മത്തെ ഉപേക്ഷിക്കാം. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായി കർമ്മം അനുഷ്ഠിക്കുന്നോ ബാഹ്യമായി കർമ്മത്തെ ഉപേക്ഷിക്കുന്നോ അനുഷ്ഠിക്കാതിരിക്കുന്നോ എന്നുള്ളതിന് പ്രസക്തിയില്ല. അവിടെ ജ്ഞാനമാണ് മുഖ്യം. ജ്ഞാനനിഷ്ഠയിലിരിക്കുന്നു, അല്ലെങ്കിൽ മുക്തിയാണ് അവിടെ മുഖ്യമായിരിക്കുന്നത്. ജ്ഞാനി മുക്തനായിരിക്കുന്നു, അതാണ് മുഖ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ഭാഗങ്ങളും അദ്വൈതത്തിന്റെ മുഖ്യ സിദ്ധാന്തവുമായിട്ട് വ്യത്യാസം വരുന്നില്ല. ഇവിടെ ഇപ്പോൾ അർജുനൻ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു. അപക്വമായ സന്യാസത്തിന് അർജുനൻ ഒരുമ്പെട്ട് തയ്യാറായി. അതുകൊണ്ട് അർജുനനെ അതിനെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷത്രിയ വംശത്തിൽപ്പെട്ട പൂർവികന്മാരുടെ ഉദാഹരണത്തെ എടുത്തു കാട്ടിക്കൊണ്ട് കർമ്മത്തെ ജ്ഞാനിയാണെങ്കിൽ കൂടിയും ഉപേക്ഷിക്കാൻ പാടില്ല, പിന്നെ അജ്ഞാനിയായിരിക്കുന്ന നീ എങ്ങനെ കർമ്മത്തെ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞ് അർജുനന് കർമാനുഷ്ഠാനത്തിൽ താല്പര്യത്തെ വളർത്തുകയാണ്. അതുകൊണ്ട് സർവകർമ്മ സന്യാസവും ഈ ഭാഗവുമായി വിരോധമൊന്നുമില്ല എന്നാണ് ആചാര്യഭാഷ്യത്തെ സമർത്ഥിക്കുന്നവർ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും കർമാനുഷ്ഠാനം, ബാഹ്യമായ കർമാനുഷ്ഠാനം കൊണ്ട് ഒരു ജ്ഞാനിയെ അജ്ഞാനിയെ വേർതിരിച്ചറിയാൻ പ്രയാസമാണ്. ഞാനിവിടെ പറയുന്നു, ഞാനിവിടെ യഥാതഥ എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ബാഹ്യമായ നിലയിൽ ഒരു വ്യത്യാസമില്ല. ബാഹ്യമായ നിലയിൽ ജ്ഞാനി കർമ്മം അനുഷ്ഠിക്കുമ്പോഴും കർമ്മത്തിൽ താല്പര്യപൂർവ്വം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ജ്ഞാനിയും കർമ്മത്തിൽ ആസക്തനാണോ എന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പോകും. കർമ്മത്തിലുള്ള താല്പര്യം കൊണ്ട് അത് കർമ്മത്തിനോടുള്ള ആസക്തി കൊണ്ടാണോ കർമ്മം ചെയ്യുന്നതെന്ന് തോന്നിപ്പോകത്തക്ക രീതിയിൽ അത്രയും കർമ്മത്തിൽ ഉത്സാഹപൂർവ്വം പ്രവർത്തിക്കുന്നു. അതുകൊണ്ടങ്ങനെ ബാഹ്യകർമ്മത്തിലൂടെ തിരിച്ചറിയാൻ പ്രയാസമാണ്.
അതുകൊണ്ട് കർമാനുഷ്ഠാനത്തിന്റെ പ്രാധാന്യം അത് അർജുനനിവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ലോകസംഗ്രഹാർത്ഥമായി കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. അന്ന് ജ്ഞാനി പോലും അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല ഇവിടെ പറയുന്നു. ഇനി ശ്ലോകത്തിൽ നോക്കുക. ഭാരത അല്ലയോ അർജുന, യഥാ എപ്രകാരമാണോ അവിദ്വാംസഃ അജ്ഞാനികൾ സക്താഹ സക്തന്മാരായി കർമ്മണി കുർവന്തി കർമ്മം അനുഷ്ഠിക്കുന്നത് തഥാ അതുപോലെ വിദ്വാൻ ജ്ഞാനി അസക്തഃ അസക്തനായി ലോകസംഗ്രഹം ചികീർഷഹു ലോകസംഗ്രഹത്തെ ചെയ്യുന്നതിന് താല്പര്യമുള്ളവനായി കുര്യാ കർമ്മം അനുഷ്ഠിക്കുന്നു. സക്താ കർമ്മണ്യവിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വാൻ തഥാ സക്ത ചികേഷുർലോകസംഗ്രഹം ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്തസമാചരൻ. ഭാഷ്യമേവം ലോകസംഗ്രഹം ചികീർഷവോ ന മയാ മമ ആത്മവിദഃ കർത്തവ്യമസ്തി അന്യസ്യവ ലോകസംഗ്രഹം മുക്ത്വാ തതഃ തസ്യാത്മവിദഃ ഇദം ഉപദിശ്യത്തെ. യവൻ ലോകസംഗ്രഹം ജിഗീർഷോഹോ ലോകസംഗ്രഹത്തെ ആഗ്രഹിക്കുന്നു, ഞാൻ ലോക നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള മമ ആത്മവിദഃ ആത്മവിത്തായ എനിക്ക് കർത്തവ്യം അസ്തി അന്യസ്യവ അല്ലെങ്കിൽ മറ്റൊരു ആത്മവിത്തിന് ആത്മജ്ഞാനിക്കൊരിക്കലും കർത്തവ്യമില്ല, ചെയ്യാൻ ബാധ്യതയുള്ള പ്രവൃത്തികളൊന്നുമില്ല. പിന്നെ എന്താണ് അവർ ചെയ്യുന്നത്? ലോകസംഗ്രഹം മുക്ത ലോകസംഗ്രഹമല്ലാതെ മറ്റൊന്നുമില്ല. തസ്യാത്മവിദഃ ഇതം ഉപദേശിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആത്മവിത്തിന് വേണ്ടി ആത്മവിത്തിനെ ഉദ്ദേശിച്ച് പറയുകയാണ്. എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു? അജ്ഞാനിയെപ്പോലെ തന്നെ കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നു ജ്ഞാനികളും. എന്തുകൊണ്ട്? ബുദ്ധേർഭേദോ ബുദ്ധിഭേദ മയാ ഇദം കർത്തവ്യം ഭോക്തവ്യം ച കർമ്മണ ഫലമിതി നിശ്ചിതരൂപായാ ബുദ്ധേഃ ഭേദനം ചാലനം ബുദ്ധിഭേദഃ തം ന ജനയേത് നോത്പാദയേത്. അജ്ഞാനാം അവിവേകിനാം കർമ്മസംഗിനാം കർമ്മണി ആസക്താനാം അസംഗവതാം ബുദ്ധിഭേദം ഉണ്ടാക്കരുത്. അവരുടെ അറിവിൽ വികല്പങ്ങളെ ഉണ്ടാക്കരുത്. അജ്ഞാനികളുടെ മനസ്സിൽ ഒരിക്കലും വികല്പങ്ങളെ ഉണ്ടാക്കരുത്. അവൻ എന്താണ് കരുതുന്നത്? മയാ ഇദം കർത്തവ്യം, ഞാൻ ഈ കർമ്മം ചെയ്യണം. ഭോക്തവ്യം ചാസ്യ കർമ്മണ ഫലം, ഈ കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കണം. ഇത് നിശ്ചിതരൂപായ ബുദ്ധി, അതാണ് അവന്റെ ബുദ്ധി. അല്ലെങ്കിൽ കർമ്മത്തിൽ മുഴുകിയിരിക്കുന്ന ബുദ്ധിയാണ്, കർമ്മത്തിൽ ആസക്തമായ മനസ്സാണ്. അതിന് ഭേദം ചാലനം ഇളക്കം ബുദ്ധിഭേദ, അതിനൊരു ഇളക്കത്തെ തന്ന ജനയെ അതുണ്ടാക്കരുത്. തത്വജ്ഞാനത്തെ ഉപദേശിച്ചിട്ട് സാധാരണ മനുഷ്യനെ വഴിതെറ്റിക്കരുത്. ഉത്പാദയെ അതാണ്.
അനധികാരികൾക്ക് അർഹമല്ലാത്തത് ഉപദേശിച്ചിട്ട് അവരുടെ മനസ്സിൽ ആശയക്കുഴപ്പത്തെ ഉണ്ടാക്കരുത് എന്നാണ്. തത്വോപദേശം നൽകുന്നവർ കാര്യങ്ങളെ വ്യക്തമായി ധരിച്ചിരുന്നു. തന്റെ നില എന്താണ്, അന്യന്റെ നില എന്താണ് എന്നുള്ള വ്യത്യാസങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അധികാരിയുടെ യോഗ്യത അനുസരിച്ചുള്ള കാര്യങ്ങളെ അവർക്ക് ഉപദേശിച്ചു കൊടുക്കാവൂ. എന്തുകൊണ്ട്? അജ്ഞാനാം അവിവേകിനാം കർമ്മസംഖ്യനാം കർമ്മണി ആസക്താനാം ആസംഗവതാം. സാധാരണ മനുഷ്യൻ കർമ്മത്തിൽ ആസക്തിയോടുകൂടി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിവേകമില്ലാതെ. അവനെ കർമ്മത്യാഗത്തെ ഉപദേശിക്കരുത് എന്നാണ്, സന്യാസത്തെ ഉപദേശിക്കരുത്. അപ്പൊ സമൂഹത്തോട് ഒരിക്കലും കർമ്മസന്യാസത്തെ ഉപദേശിക്കരുത്. ഇതാണ് പറയുന്നതിന്റെ ചുരുക്കം. സന്യാസത്തിന്റെ മഹത്വവും ശ്രേഷ്ഠതയെല്ലാം പറഞ്ഞ് ആൾക്കാരെ കർമ്മരംഗത്ത് നിന്ന് മാറ്റരുത്. രണ്ടും നഷ്ടപ്പെടും. എന്തുകൊണ്ട്? ജ്ഞാനനിഷ്ഠയ്ക്ക് അധികാരിയല്ലാത്തതുകൊണ്ട് ജ്ഞാനത്തിൽ ഉറയ്ക്കാൻ കഴിയത്തില്ല. അജ്ഞനാണ്, അവിവേകിയാണ്, കർമ്മത്തെ അധികാരിയായിട്ടുള്ളവൻ കർമ്മം വിടുകയും ചെയ്യുന്നു. രണ്ടും ഇല്ലാതെ ഉഭയഭ്രഷ്ടനായിത്തീരും, സ്വയം നശിച്ചു പോകും. കർമ്മസന്യാസം അത് അലസന്മാർക്ക് വളരെ താല്പര്യമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കർമ്മസന്യാസത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ പെട്ടെന്ന് സന്യാസത്തിലേക്ക് ആവേശം വരും. എല്ലാം ഉപേക്ഷിക്കാം, സന്യസിക്കാം. സന്യാസിയായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ എന്നൊരു മനസ്സിലൊരു സന്തോഷം വരും. ആ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യുന്നു? അവൻ സന്യസിക്കുന്നു, പ്രവൃത്തികളെയൊക്കെ ഉപേക്ഷിക്കുന്നു. പക്ഷെ തത്വബോധം മനസ്സിൽ ഉറയ്ക്കുന്നുമില്ല. അപ്പോൾ അത് നാശമാണ്. അവൻ സത്കർമ്മങ്ങളിൽ നിന്നല്ല അവൻ പിന്തിരിയുന്നു. മനസ്സിൽ തത്വനിഷ്ഠ ഉറയ്ക്കുന്നില്ല. സ്വാഭാവികമായിട്ടും മനസ്സ് ഒന്നുകിൽ അലസതയിലേക്ക്, അകർമ്മണ്യതയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവൻ നശിക്കുന്നു, ദുഷ്കർമ്മത്തിലേക്ക് പോകുന്നു. ഇത് ഏറ്റവും അപകടം പിടിച്ച കാര്യമാണ്. അതുകൊണ്ട് ഈ ബ്രഹ്മജ്ഞാനം, തത്വജ്ഞാനം ഉപദേശിച്ചൊരിക്കലും ആൾക്കാരെ വഴിതെറ്റിക്കരുത്. സമൂഹത്തിനോട് അങ്ങനെ ബ്രഹ്മജ്ഞാനം ഉപദേശിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പഴയകാലത്ത് ഇതൊന്നും എല്ലാവരോടും പഠിക്കരുതെന്നും മറ്റും പറഞ്ഞതിന്റെ കാരണം അതാണ്. അതിനൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. സാർവത്രികമായി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതിൽ അവരവർക്ക് സ്വീകാര്യമായ ചില ഭാഗങ്ങളെല്ലാം എടുക്കുകയും അനുഷ്ഠിക്കേണ്ടതായ മറ്റു ഭാഗങ്ങളെല്ലാം അവർ തള്ളിക്കളയുകയും ചെയ്യും. ഈ ഉപനിഷത്തിന് രഹസ്യവിദ്യ എന്നൊക്കെ പേര് വരാൻ കാരണം ഇതാണ്. അത് രഹസ്യമാണ്, അത് പരസ്യമായി പറയാൻ പാടില്ല, എല്ലാവരും അത് കേൾക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞത് അതിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങൾ സാമാന്യ ജനങ്ങളോട് ഉപദേശിച്ചു കഴിഞ്ഞാൽ അവർ അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കാതെ അവർക്ക് സ്വീകാര്യമായ അതിന്റെ ഏകദേശ ഭാഗങ്ങൾ മാത്രം ഗ്രഹിക്കും. അതവനെ വഴിതെറ്റിക്കുകയും ചെയ്യും. അതുകൊണ്ടാണിത് സാർവത്രികമായി പഠിക്കരുതെന്നും പഠിപ്പിക്കരുതെന്നും എല്ലാം മറ്റും പറഞ്ഞത്. പക്ഷെ അതിന്റെ താല്പര്യം മനസ്സിലാക്കാതെ അതിനെ പിന്നീട് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പിന്നീട് ചിലർക്ക് പഠിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള വിധി നിഷേധങ്ങളെല്ലാം വന്നത്. വാസ്തവത്തിൽ അങ്ങനെ പറഞ്ഞതിനും ചില കാര്യങ്ങളുണ്ടായിരുന്നു.
പഴയകാലത്ത് പറഞ്ഞല്ലോ ശൂദ്രനെ പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഈ പറഞ്ഞ ദോഷം തന്നെ. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ അജ്ഞൻ. അവനോട് തത്വജ്ഞാനം പറഞ്ഞു കഴിഞ്ഞാൽ അവനതിൽ നിന്ന് അവന് സ്വീകാര്യമായ കുറച്ച് ഭാഗം എടുക്കും. ബാക്കി കാര്യങ്ങൾ അങ്ങ് വിടും. അവൻ കർമ്മത്തെ ഉപേക്ഷിക്കും. കർമ്മം ചെയ്യാൻ അധികാരിയായിട്ടുള്ളവനാണ്. അവൻ ആ കർമ്മത്തിൽ കർമ്മം ചെയ്യാതെ പോകും. അവൻ തത്വജ്ഞാനത്തിലേക്ക് പോകും. തത്വജ്ഞാനം അവന് ഉൾക്കൊള്ളാനും പറ്റത്തില്ല. അതിനുള്ള പാകതയില്ല. സ്വാഭാവികമായിട്ടും നശിക്കും. അതുകൊണ്ട് ഇത് അവനോട് പറയേണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അതൊരു വംശത്തിന് വേണ്ടിയെന്ന് മാറ്റിയെടുത്താണ് കുഴപ്പം സംഭവിച്ചത്. പക്ഷെ ശൂദ്ര സ്വഭാവമുള്ളവനോട് ഇത് പറയണ്ട എന്നുള്ളത് തന്നെയാണ് എന്നത്തെ ഈ സിദ്ധാന്തം. അത് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഭഗവാനും പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ബുദ്ധിക്ക് ഇളക്കം വരും. അവനുള്ളതും നഷ്ടപ്പെടും. അവൻ ആഗ്രഹിക്കുന്നതോട്ട് നേടാൻ കഴിയത്തുമില്ല. അതും ഒരു സത്യമാണ്. അതിന് ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു വിഭാഗത്തിന് ഇത് പഠിക്കാൻ പാടില്ലെന്നാക്കിയെടുത്താണ് തെറ്റ്. അല്ലെങ്കിൽ ആ പറയുന്ന തത്വത്തിൽ അത് ശരിയാണ്. അജ്ഞന് ഇത് പറയാൻ പാടില്ല. അജ്ഞസ്യ അർദ്ധപ്രബുദ്ധസ്യ വാസിഷ്ഠത്തിൽ പറയുന്നുണ്ട്. അജ്ഞനും അർദ്ധപ്രബുദ്ധൻ അല്ലെങ്കിൽ അല്പപ്രബുദ്ധൻ. അവനോട് സർവം ബ്രഹ്മേരിയോ വിദ്യ. അവനോട് ഈ ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു കഴിഞ്ഞാൽ ഉപദേശിക്കുന്നവനവനെ മഹാനിരയജാലേഷു വലിയ നരകത്തിലേക്ക് തള്ളിവിടുകയാണ് എന്നാണ്. നരകത്തിലേക്ക് തള്ളിവിടുകയാണ്. ഒരാൾ പറയുന്നു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മം കൊണ്ട് ദോഷങ്ങളുണ്ടാവും എന്ന് പറയുകയും അയാളിൽ കർമ്മവാസന നിലനിൽക്കുകയും എന്നാൽ അയാൾ തത്വജ്ഞാനിയാണ് സ്വയം ഭാവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ദോഷമാണ്. തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നുണ്ടെന്നാണ് സഹസ്രാണ് മനുഷ്യേഷു സഹസ്രാണ് കശ്യ. മനുഷ്യനിൽ സഹസ്ര അനന്ത മനുഷ്യരിൽ ഒരാൾക്കാണ് ആ തത്വജ്ഞാനം നിഷ്ഠയുണ്ടാകുന്നത്. അല്ലാത്ത മനുഷ്യരെല്ലാം കർമാധികാരികളാണ്. പിന്നെ അവരോട് കർമ്മത്തെ ഉപേക്ഷിച്ചുള്ള ഒരു തത്വജ്ഞാനം, ഇനി കർമ്മത്തോട് കൂടിച്ചേരുന്ന ഒരു തത്വജ്ഞാനമാണെങ്കിൽ അത് ദോഷമുണ്ട്. ഇപ്പൊ ഭഗവാൻ ഉപദേശിക്കുന്നതാണ്. ഭഗവാനും തത്വം ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ അത് കർമ്മത്തെ വിട്ടുള്ളതാണ്. കർമ്മത്തോട് കൂടിച്ചേരുന്ന ഒരു തത്വജ്ഞാനമാണ് ഉപദേശിക്കുന്നത്. വെറുതെ കർമ്മത്തെ ഉപേക്ഷിക്കുന്ന ഒരു തത്വജ്ഞാനം ഉപദേശിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യന് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാകും. അതാണ് അകർമ്മണ്യത. ഇവിടെ വന്നു ചേരുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ ഭഗവാൻ ഒരിക്കലും അത്തരം ഒരു അകർമ്മണ്യതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇവിടെ പറയുന്നത് കർമ്മം ചെയ്യുമ്പോൾ തന്നെയുള്ള കർമ്മസന്യാസത്തെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർമാഭാവത്തെ ദർശിക്കുക. അങ്ങനെ ഒരു കർമ്മസന്യാസത്തെയാണ് ഇവിടെ കർമ്മയോഗിക്ക് വേണ്ടി ഉപദേശിക്കുന്നത്. അവിടെ ബാഹ്യമായി കർമ്മത്യാഗമില്ല. പക്ഷെ അത് മനസ്സിലാക്കാതെ പ്രവൃത്തിയൊന്നും ചെയ്യാതിരിക്കുന്നതാണ് സന്യാസം എന്ന് തെറ്റായി അജ്ഞന്മാരെ ബോധിപ്പിച്ചതാണ്. അങ്ങനെ ബോധിപ്പിക്കുന്നതാണ് ഇതിൽ വരുന്ന ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് ഒരിക്കലും ഈ സന്യാസം എന്ന് പറയുന്നത് പരസ്യമായി പ്രസംഗിക്കാനുള്ള ഒരു വിഷയമേ അല്ല. അതുകൊണ്ടെന്താണ് കിന്തു കുര്യാത് ജോഷയെ കാരയെ സർവകർമാണി വിദ്വാൻ സ്വയം തദൈവ അവിദുഷാം കർമ്മയുക്തോ അഭിയുക്ത സമാചരണം. അതുകൊണ്ടിവിടെ എന്താണ് പറയുന്നത്? തത്വജ്ഞാനി ജോഷയത്കാരെ സർവകർമാണി സർവകർമ്മങ്ങളെയും ചെയ്യിപ്പിക്കണം എന്നാണ്. സർവകർമ്മങ്ങളിലും പ്രവർത്തിപ്പിക്കണം എന്നുവെച്ചാൽ കർത്തവ്യമായി വരുന്ന കർമ്മങ്ങളിൽ അജ്ഞന്മാരെ പ്രവർത്തിപ്പിക്കണം. ജോഷയത് അതിൽ നിയോഗിക്കണം. ഭഗവാൻ അർജുനനെ നിയോഗിക്കുന്നത് പോലെ കാരയേതെന്ന് വെച്ചാൽ ചെയ്യിപ്പിക്കണം. വിദ്വാൻ എങ്ങനെ ചെയ്യിപ്പിക്കണം? സ്വയം തദൈവ അവിദുഷാം കർമ്മ യുക്തോ അഭിയുക്ത സമാചരൻ. സ്വയം ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെയും ചെയ്യിപ്പിക്കണം.
സ്വയം അവിദുഷാം കർമ്മ, ആ അജ്ഞന്മാർ ചെയ്യുന്ന കർമ്മങ്ങളെ അഭിയുക്ത സമാചരൻ, അഭിയുക്തനായി അജ്ഞന് തോന്നണം ഈ വിദ്വാനും ഈ കർമ്മത്തിൽ താല്പര്യമുണ്ട്, വിദ്വാൻ ഈ കർമ്മം താല്പര്യപൂർവ്വം ചെയ്യുന്നു എന്ന് അജ്ഞന് തോന്നത്തക്ക വിധത്തിൽ അതിൽ താല്പര്യമുള്ളവനായി ആ കർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ടും കർമ്മം ചെയ്യിപ്പിക്കുന്നു എന്നാണ്. ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യിക്കുന്നു എന്നാണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്. സ്വയം കർമ്മം ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ചെയ്യിപ്പിക്കുന്നു. ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം, ഇതനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ വഴിതെറ്റും. അതുകൊണ്ട് കർമ്മത്തിന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുകയാണ്. അല്ലാതെ ഒരിക്കലും താൻ ജ്ഞാനിയാണ് എന്ന് വെറുതെ അഭിമാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സന്യാസിയാണ് എന്ന് വെറുതെ അഭിമാനിച്ചുകൊണ്ട് കർമ്മത്തിൽ നിന്നും മാറി നിൽക്കരുത്. മാറി നിൽക്കുന്നില്ല യഥാർത്ഥ ജ്ഞാനി. മാറി നിൽക്കരുത് എന്ന് പറയേണ്ട കാര്യമില്ല, അങ്ങനെ മാറി നിൽക്കുന്നില്ല. സ്വയം ചെയ്യുന്നു, മറ്റുള്ളവർക്ക് സദാ കർമ്മപ്രേരണ നൽകിക്കൊണ്ടുവരിക്കുന്നു, കർമ്മം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് യഥാർത്ഥ ജ്ഞാനം, തത്വജ്ഞാനം. അങ്ങനെ ഒരു ജ്ഞാനത്തെയാണ് ഗീത ഉപദേശിക്കുന്നത് മുഖ്യമായിട്ട്. ഗീതയുടെ കർമ്മ സന്യാസം എന്ന് പറയുന്നതും ബാഹ്യമായ ത്യാഗമല്ല. മുഖ്യമായിട്ട് ഗീത ഉപദേശിക്കുന്നത് മാനസികമായ ത്യാഗമാണ്. ആ ത്യാഗം അനുഷ്ഠിക്കാനാണ് പറയുന്നത്. ബാഹ്യമായി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ മനസ്സിൽ അസംഗമായ ഭാവന നിലനിർത്തുക. ആത്മസ്മരണ കൊണ്ട് അസംഗഭാവനയെ നിലനിർത്തി കർമ്മം ചെയ്യുന്ന കർമ്മയോഗം, അതാണ് ഗീത ഉപദേശിക്കുന്നത്. അത് ഒരിക്കലും ബാഹ്യമായ കർമ്മത്യാഗമല്ല. അത് ഒരിക്കലും സമൂഹത്തിൽ വരാൻ പാടില്ല. സമൂഹത്തിന് അത് സാധ്യമല്ല. അതുകൊണ്ടാണ് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ സമൂഹം കർമ്മത്തെ സന്യസിക്കുമോ എന്ന് ചോദിച്ചില്ല. സമൂഹത്തിനൊരിക്കലും കർമ്മത്തെ സന്യസിക്കാൻ സാധ്യമല്ല. അവിടെ സംഭവിക്കുന്നത് എന്തായിരിക്കും? ദുഷ്കർമ്മങ്ങൾ പ്രചരിക്കും. സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ അവിടെ ദുഷ്കർമ്മം വരും. അത് സംഭവിക്കും. കാരണം കർമ്മത്തിൽ നിന്ന് ആർക്ക് സ്വതന്ത്രനാകാൻ സാധ്യമേ അല്ല. അലസനായി കുറച്ചു സമയം കർമ്മം ചെയ്യാതിരിക്കാം, എന്നാലും വീണ്ടും അവൻ കർമ്മത്തിലേക്ക് പോകും. എന്തുകൊണ്ട്? മമവർമ്മ അനുവർത്തന്തി മനുഷ്യ പാർത്ഥ സർവശ എന്ന് പറഞ്ഞു. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് കർമ്മ നിയമം എന്ന് പറയുന്നത് ഈശ്വരീയമാണ്, ഈശ്വരന്റേതാണ് ഈ കർമ്മ നിയമം. ജീവന്റെ കർണങ്ങളും മനസ്സും എല്ലാം കർമ്മത്തിന് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നതാണ്. അത് ഈശ്വര സൃഷ്ടമാണ്. അപ്പൊ അതിൽ നിന്ന് ആർക്കും സ്വതന്ത്രമാകാൻ സാധ്യമല്ല. ആ കർണങ്ങളെയും മനസ്സിനെയും എല്ലാം ആശ്രയിച്ച് നിൽക്കുമ്പോൾ തത്വജ്ഞാനം കൊണ്ടുപോലും അതിനെ അതിജീവിക്കാൻ സാധ്യമല്ല. അപ്പൊ ആ കർമ്മത്തിന് വിധേയമാണ്. അപ്പൊ ആ കർമ്മമാർഗത്തെ അനുസരിക്കാൻ സർവ്വജീവന്മാരും കടപ്പെട്ടവരാണ്. അതിനവർ പിന്തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതാണ് സർവരും എന്റെ മാർഗത്തെ പിന്തുടരുന്നു എന്ന് പറയുന്നു. കർമ്മം ചെയ്യാതിരിക്കുന്നതിന് കർമാനുഷ്ഠാനത്തിലുള്ള മാർഗമാണ്. ആ നിയമത്തെ ഉല്ലംഘിക്കുന്നതിന് ജീവന് സാമർഥ്യമില്ല. കർമ്മനിയമത്തിൽപ്പെട്ടാണ് ജീവൻ ഭൂമിയിലേക്ക് വരുന്നത്. ആ കർമ്മനിയമത്തിൽ നിന്ന് സ്വതന്ത്രനാകാതെയാണ് അവൻ മടങ്ങിപ്പോകുന്നത്. ജനനവും മരണവും കർമ്മത്തിന് വിധേയമായിട്ടാണ്. ജനനവും മരണവും പോലും കർമ്മമാണ്, കർമ്മത്തിന്റെ ഭാഗമാണ്. ജീവൻ ഒരിക്കലും കർമ്മത്തിൽ നിന്ന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടില്ല. എന്തുകൊണ്ട് അനുവദിച്ചിട്ടില്ല? അത് ഈശ്വരന്റെ നിയമമായിരുന്നു. ആണ് എന്റെ മാർഗത്തെ പിന്തുടരുന്നത്. എന്റെ മാർഗം എന്ന് പറയുന്നത് എന്താണ്? അവിടെ കർമ്മമാർഗമാണ്. ഈ ജഗത്തിന്റെ നിലനിൽപ്പ് ആ കർമ്മത്തെ ആശ്രയിച്ചിട്ടാണ്. അതില്ലെങ്കിൽ ലോകം നശിച്ചു പോകുമെന്ന് പറഞ്ഞു. ഈ ജീവവംശമേ നിലനിൽക്കത്തില്ല. പക്ഷെ അങ്ങനെയല്ല, ഇത് നിലനിൽക്കുന്നതിനാണ് ഈശ്വരൻ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കർമ്മത്തിൽ നിന്ന് ആർക്കും സ്വതന്ത്രരാകാൻ സാധ്യമല്ല. ഒരിക്കലും കർമ്മസന്യാസത്തെ ഉപദേശിക്കാൻ പാടില്ല. മറിച്ച് കർമ്മ അനുഷ്ഠാനത്തെയാണ് ഉപദേശിക്കേണ്ടത്. വിദ്വാൻമാർ, യഥാർത്ഥ ജ്ഞാനികൾ അതാണ് ചെയ്യുന്നത്. സ്വയം ചെയ്യുന്നു, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. സമാചരൻ
സമ്യക്കായി അനുഷ്ഠിച്ചുകൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അതുകൊണ്ടൊരിക്കലും ഇവിടെ നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രങ്ങളൊന്നും തന്നെ അകർമ്മണ്യതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കർമ്മശൂന്യതയുടെ ഒരിക്കലും ഉപദേശിച്ചിട്ടില്ല. പിന്നെ കർമ്മ അഭാവത്തെക്കുറിച്ച് പറയുന്നവിടെ അത് അപൂർവം ചില വ്യക്തികളിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നു ചേരും എന്ന് പറയുകയാണ് തത്വജ്ഞാനികൾ. അത് തന്നെ തത്വജ്ഞാനികളിൽ സർവത്ര ഉണ്ടെന്ന് പറയുന്നില്ല. അതാണ് ശരിക്കും പറയുന്നത്. പക്ഷെ ശങ്കരാചാര്യര് കർമ്മസന്യാസത്തിന് പ്രാധാന്യം കൊടുത്തു. ആ കർമ്മസന്യാസത്തിന് പ്രാധാന്യം കൊടുത്തതും എവിടെ? ആ തത്വജ്ഞാനിയുടെ നിലയിലാണ്. ആ തത്വജ്ഞാനിയുടെ നിലയിൽ മാത്രമാണ് സർവകർമ്മ സന്യാസത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും അജ്ഞന്റെ നിലയിലല്ല. അതുകൊണ്ടാണ് ഇവിടെ ഭാഷ്യവും അതിനനുസരിച്ച് തന്നെ പറഞ്ഞു. കർമ്മം ചെയ്യുക, ചെയ്യിപ്പിക്കുക, ഇത് തന്നെയാണ് ജ്ഞാനിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അജ്ഞനൊരിക്കലും കർമ്മത്തെ ഉപേക്ഷിക്കാൻ പാടില്ല. ചിലർ ധരിച്ചിരിക്കുന്നത് അദ്വൈതം എന്ന് പറഞ്ഞാൽ ഈ കർമ്മത്തെ ഉപേക്ഷിക്കാൻ പഠിപ്പിക്കുന്നതെന്നാണ്. ഒരിക്കലുമല്ല. അദ്വൈതം കർമ്മത്തെ ഉപേക്ഷിക്കാൻ പഠിപ്പിക്കുന്നില്ല. അദ്വൈതം എന്ന് പറയുന്ന തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കർമ്മയോഗിയും കർമ്മം അനുഷ്ഠിക്കാൻ ബാധ്യതയുള്ള അജ്ഞനും അദ്വൈതമെന്ന് പറയുന്ന തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കർമ്മം ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. പിന്നെ അവിടെ കർമ്മത്യാഗത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? ചില കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പറയുന്നു. വൈദികമായ സ്വർഗാദി ഫലങ്ങളെ ഉണ്ടാക്കുന്ന കാമ്യകർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പറയുന്നു. അത്തരം കർമ്മങ്ങൾ ഉപേക്ഷിച്ചിട്ട് സ്വാർത്ഥമായി കർമ്മം കൊണ്ടൊന്നും നേടാനില്ലാത്തതുകൊണ്ട് പരാർത്ഥം ലോകനന്മയ്ക്ക് വേണ്ടി തന്റെ കാമനകളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, അങ്ങനെയുള്ള പ്രവൃത്തികൾ ഉപേക്ഷിച്ചിട്ട് ലോകനന്മയ്ക്ക് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അതാണ് അദ്വൈതവും പറയുന്നത്. അല്ലാതെ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാണ്ഡക്കെട്ട് കൊടുത്ത് തെണ്ടി നടക്കാൻ അദ്വൈതത്തിലൊരിടത്തും പറയുന്നു. അതൊക്കെ ചിലരുടെ തലവിധിയാണ്, അങ്ങനെ ജീവിക്കണമെന്നുള്ളത്. സന്യാസമായിട്ട് ബന്ധമൊന്നുമില്ല. സന്യാസം എന്ന് പറയുന്നത് കർമാനുഷ്ഠാനത്തിന്, ഇവിടെ കർമാനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് സന്യാസം. ആന്തരികമായ സന്യാസമാണ്, ബാഹ്യമായ കർമ്മത്യാഗമല്ല. അതാണ് ഗീത ഉപദേശിക്കുന്നത്. വേറെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ശരിയല്ലെന്നാണ് ഈ ഭാഗങ്ങൾ വ്യക്തമായി പറയുന്നത്. ഇവിടെ ഗീതാകാരൻ ഉപദേശിക്കുന്നു. എങ്ങനെ? ജ്ഞാനിയും മറ്റുള്ളവരെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കണമെന്നല്ല പറയുന്നത്. പിന്നെ യുക്തസമാചരൻ, യോഗയുക്തനായി കർമ്മത്തെ സമാചരണം എന്ന് വെച്ചാൽ കർമ്മത്തെ സ്വയം അനുഷ്ഠിച്ചുകൊണ്ട് ജോഷയെ മറ്റുള്ളവരെ കർമ്മത്തിൽ പ്രേരിപ്പിക്കുക. ഇതാണ് അതുകൊണ്ട് ഭഗവാനിവിടെ അവസാനം വരെ തന്റെ ഉപദേശം തീരുന്നതുവരെ അർജുനന് കൊടുക്കുന്നത് ശക്തമായ കർമ്മപ്രേരണയാണ്, കർമ്മസന്യാസമാണ്. അർജുനന് ധർമ്മമായി വന്നിരിക്കുന്ന ആ യുദ്ധം ചെയ്യുന്നതിനുള്ള പ്രേരണയാണ് കൊടുക്കുന്നത്. അത് യോഗയുക്തനായി ചെയ്യണം എന്നാവശ്യപ്പെടുന്നു. അവിടെയാണ് ആത്മീയത ഉപദേശിക്കുന്നത്. അല്ല, ആത്മീയത എന്ന് പറയുന്നത് കർമ്മത്തെ പുറമേ ഉപേക്ഷിക്കുന്നതിനല്ല, കർമ്മത്തെ ആന്തരികമായി സന്യസിക്കുന്നതിനുള്ളതാണ്. അപ്പൊ സന്യാസം തികച്ചും മാനസികമാണ് ഇവിടെ കർമ്മയോഗത്തെ സംബന്ധിച്ച്. അതാണ് ഇവിടെ പറയുന്നത്. തുടർന്ന് വരുന്ന ഭാഗങ്ങളും അത് തന്നെയാണ്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കർമ്മത്തെ ഉപേക്ഷിക്കാൻ
പറയുന്നുണ്ടെങ്കിൽ അത് അസംബന്ധമെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ശ്ലോകത്തിൽ നോക്കുക. കർമ്മസംഖ്യന, കർമ്മത്തിൽ ആസക്തിയുള്ളവരായ അജ്ഞാനം, അജ്ഞന്മാർക്ക് ബുദ്ധിഭേദം, ബുദ്ധിഭേദത്തെ ജനയെ ഉണ്ടാക്കരുത്. ബുദ്ധിഭേദം എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് ഏതിലാണോ നിഷ്ഠയുള്ളത് അതിൽ നിന്നും മാറ്റി വേറെ ഭാഗത്തേക്ക് കർമ്മസന്യാസത്തിലേക്ക് കൊണ്ടുപോകരുത്. ജനയെ വിദ്വാൻ, ജ്ഞാനി, യുക്ത, യോഗയുക്തനായി, സമാചരൻ, സമ്യക്കായി ആചരിച്ചുകൊണ്ട്, നല്ലവണ്ണം കർമ്മങ്ങളെ സ്വയം അനുഷ്ഠിച്ചുകൊണ്ട്, സർവകർമാണി, സർവകർമ്മങ്ങളെയും ജോഷയെ ചെയ്യിപ്പിക്കണം, അജ്ഞനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇതിലും വ്യക്തമായി കർമ്മത്തെ സംബന്ധിച്ച് ഒരു ഉപദേശം തരാനില്ല. ഇത് ഗീതയിലെ സുപ്രധാനമായൊരു ഉപദേശമാണ് കർമ്മത്തെ സംബന്ധിച്ചുള്ള. തത്വജ്ഞാനവും കർമ്മവും സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ ജ്ഞാനിയും കർമ്മവും സംബന്ധിച്ചുള്ള, അജ്ഞാനിയും കർമ്മവും സംബന്ധിച്ചുള്ള എല്ലാ ബന്ധങ്ങളെയും ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി ഇതിനൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഇത് തന്നെ ഏറ്റവും വലിയ അദ്വൈതം പറയുന്ന വാസിഷ്ഠം പോലെയുള്ള കൃതികളിലും ഇത് തന്നെയാണ് പറയുന്നത്. അല്പജ്ഞനെ കൊണ്ട് അല്പജ്ഞനോട് വേദാന്തം ഉപദേശിച്ചിട്ട് അവന് ഉള്ളതുകൂടി നശിപ്പിക്കരുത്. പിന്നെ ഈ അദ്വൈതം ഉപദേശിക്കുന്ന എന്തിനാ? ഈ തത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടി, അത് കർമ്മത്യാഗത്തിന് വേണ്ടിയല്ല. എങ്ങനെയാണ് കർമ്മത്യാഗം ആന്തരികമായി സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. തത്വബോധവും തത്വവിചാരവുമല്ല, ബാഹ്യമായി കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് വെറുതെ ഇരിക്കാനല്ല. കാരണം ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, എന്താണ്? യുക്തനായി, യോഗയുക്തനായി കർമ്മം ചെയ്യുന്നു. അപ്പൊ അതിന് തത്വജ്ഞാനം ആവശ്യമാണ്. അല്ലാതെ പുറമേ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് ഒരുവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ നമ്മളിപ്പോൾ അദ്വൈതം പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് എന്താണ്? മനുഷ്യനെ കർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അപകടമാണെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരിക്കലും ഉപദേശിക്കാൻ പാടില്ല. ബുദ്ധിഭേദം ജനയേ അജ്ഞാനം കർമ്മസംഗിനാം ജോഷയേ സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. അവിദ്വാൻ അജ്ഞ കഥം കർമ്മസു സജ്ജതേ. അവിദ്വാൻ അജ്ഞനായിരിക്കുന്നതിന് എങ്ങനെയാണ് അവന് കർമാസക്തി ഉണ്ടാകുന്നത്? അതായത് കർമ്മം അനുഷ്ഠിക്കണം, പക്ഷെ കർമ്മത്തിൽ ആസക്തി വരണം. കർമ്മം അനുഷ്ഠിക്കുന്നതിനവൻ യോഗയുക്തനായി ചെയ്യും. യോഗം എന്ന് പറഞ്ഞാൽ പടയോഗമല്ല, സമത്വം. ബുദ്ധിയുടെ സമത്വത്തെ ശീലിച്ചുകൊണ്ട്, ആത്മതത്വത്തെ ഭാവന ചെയ്തുകൊണ്ട്, ആന്തരികമായി കർമ്മത്തെ സന്യസിച്ചുകൊണ്ട്, കർമ്മത്തിൽ കർത്തൃത്വവും ഫലാഗ്രഹവും വയ്ക്കാതെ കർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ടതാണ് കർമ്മസന്യാസം. പുറമേ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. പ്രകൃതി പ്രധാനം സത്വരജസ്തമസാം ഗുണാനാം സാമ്യാവസ്ഥ. ഈ കർമ്മത്തിന്റെ പ്രോഗ്രാം എല്ലാം ചെയ്തു വച്ചിരിക്കുന്ന എവിടെയാണ്? ഈ പ്രകൃതിയിലാണ്. ആര്? ഭഗവാൻ. പ്രകൃതി എന്ന് പറയുന്നത് തന്നെ കർമ്മസ്വരൂപിണിയാണ്. എന്തുകൊണ്ട്? അത് സത്വരജസ്തമ ഗുണങ്ങളോട് കൂടി ചേർന്നിരിക്കുന്നതാണ്. സാമ്യാവസ്ഥ. തസ്യാഹ പ്രകൃതേഹി, ആ പ്രകൃതിയുടെ ഗുണൈഹി വികാരൈഹി കാര്യകരണരൂപൈഹി ക്രിയമാണാനി കർമാണി ലൗകികാനി ശാസ്ത്രീയാണി ച. അതായത് ഈ ജീവന്റെ പ്രകൃതി, അത് ജീവൻ ഈശ്വരൻ ഒരുക്കി കൊടുത്തിരിക്കുന്ന ഒന്നാണ് ആ പ്രകൃതി. ആ പ്രകൃതിയെ പരിണമിപ്പിച്ച് ആ ജീവന്റെ കാര്യം ആയ ശരീരം, കരണം, മനസ്സ്, ബുദ്ധി
ഇന്ദ്രിയങ്ങൾ ഈ രൂപത്തിലെല്ലാം പ്രകൃതിയെ പരിണമിപ്പിച്ച് ജീവനോടത് ഇണക്കിയിരിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രകൃതേഹി ഗുണൈഹി വികാരൈ. പ്രകൃതിയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ വികാരങ്ങൾ എന്താണ്? കാര്യകരണ രൂപേഹി. കാര്യം ശരീരം, കരണം, ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും മറ്റും. ഇതെല്ലാം ഉപയോഗിച്ച് ക്രിയമാണാണി കർമാണി ലൗകികാനി ശാസ്ത്രീയാണി. ലൗകികമായ കർമ്മങ്ങൾ, ശാസ്ത്രം ബോധിപ്പിക്കുന്ന കർമ്മങ്ങൾ, ഇതെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സർവശഃ സർവപ്രകാരത്തിലും അവൻ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആരാണ്? അഹങ്കാര വിമൂഢാത്മാ. അഹംബോധമുള്ളവൻ, അഹങ്കാരം വിമൂഢമായ മനസ്സോടുകൂടിയവൻ, മോഹിതമായ മനസ്സോടുകൂടിയവൻ, ശരീരത്തിലും ശരീര സംബന്ധിയായ കാര്യങ്ങളിലുമെല്ലാം അഹന്തയും മമതയും ഉള്ളവൻ. അതാണ് അഹങ്കാര വിമൂഢാത്മ. അഹം എന്നുള്ള ബോധത്തോടുകൂടി ചെയ്യുന്നു ഈ ശരീരത്തെ. കാര്യകരണ സംഘാതാത്മപ്രത്യോ അഹങ്കാര. അത് വിശദീകരിക്കുന്നു. കാര്യകരണ സംഘാതം ഈ ശരീരം, അതിൽ ആത്മപ്രത്യം, അതിൽ ഞാനെന്നുള്ള ബോധം, അതാണ് അഹങ്കാരം. അല്ല നമ്മൾ സാധാരണ പറയുന്ന അഹങ്കാരമാണ്. ഈ ശരീരത്തിൽ ഞാനെന്ന് തോന്നുക, അതാണ് അഹങ്കാരം. സാധാരണ രീതി പറയുന്ന അഹങ്കാരം ഇല്ലാത്തവനും വിനയമുള്ളവനും ഈ പറയുന്ന അഹങ്കാരം ഉണ്ടായിരിക്കും. അതുകൊണ്ട് അഹങ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വലിയ അഹങ്കാരിയാണെന്ന് പറയുന്ന അർത്ഥത്തിലെടുക്കരുത്. ആധ്യാത്മിക പ്രകടനത്തിൽ ഒരിടത്ത് ഇവിടെ അഹങ്കാരം എന്ന് പറയുന്നത് വിനയമുള്ളവനുമുള്ള അഹങ്കാരമാണ്. എന്താണ്? ഈ ശരീരത്തിൽ ഞാനെന്ന് തോന്നുക. അഹങ്കാരം ത്യജിക്കുക എന്ന് പറഞ്ഞാലും വിനയം ഉണ്ടാക്കുക എന്നുള്ള അർത്ഥമല്ല ഇവിടെ എടുക്കേണ്ടത്. ശരീരത്തിലുള്ള ആ ബോധത്തെ ത്യജിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിനയം ഇതുമായിട്ട് ബന്ധമാണ്. അതൊരു സദ്ഗുണം ആണ് അവിടെ പറയുന്നത്. ആ അഹങ്കാരം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത്. ഇവിടെ അതല്ല. ഇവിടെ എന്താണ്? സഹജമായി വന്നു ചേരുന്ന, എത്ര സൽസ്വഭാവിയാണെങ്കിലും എത്ര വിനയമുള്ളവനാണെങ്കിലും അവനിൽ വന്നു ചേരുന്ന, ശരീരത്തിൽ വന്നു ചേരുന്ന ആ ബോധം, സഹജമായി വന്നു ചേരുന്ന ബോധം, ഞാനെന്നുള്ള ബോധം, അഹങ്കാരം, തേന, അത് തുടക്കമാണ്. അതുകൊണ്ട് വിവിധം നാനാവിധം മൂഢ ആത്മാന്തകരണ യസ്യ. അതുകൊണ്ട് പലതരത്തിൽ മോഹിതമായിരിക്കുന്ന മനസ്സ്. ശരീരത്തിൽ ഞാനെന്നുള്ള ബോധം വരുന്നു, അതോടുകൂടി പലതിനും മമത വരുന്നു, ആത്മാവിനെ വിസ്മരിക്കുന്നു. ഇങ്ങനെ പലതരത്തിൽ മോഹങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന മനസ്സോടുകൂടി അവൻ വിചാരിക്കുന്നു ഈ കർമ്മങ്ങളെല്ലാം എന്റെ കർത്തവ്യമാണെന്ന് വിചാരിക്കുന്നു. ഈ കർമ്മങ്ങളുടെ ഫലം ഞാൻ അനുഭവിക്കുന്നവനാണെന്ന് കരുതുന്നു. ഇതാണ് മോഹങ്ങൾ. അങ്ങനെയുള്ള അനന്ത മോഹങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന മനസ്സ്, അതാണ് വിമൂഢാത്മാ. ഇവിടെ ആത്മാവിന് മനസ്സെന്നാണ് അർത്ഥം. സ്വയം കാര്യകരണധർമ്മ. അവൻ കാര്യകരണധർമ്മ എന്ന് വിളിക്കുന്നു. കാരണം ഈ ശരീരത്തിലും മനസ്സിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അഭിമാനത്തോടു കൂടിയിരിക്കുന്നു. അതെല്ലാം താനെന്നും തന്റേതെന്നും കരുതുന്നു. ആണ് കാര്യകരണ അഭിമാനി. കാര്യകരണ അഭിമാനിയാണ്. അവനെന്ത് ചെയ്യുന്നു? അവിദ്യയ കർമാണി ആത്മനി മന്യമാനഃ. അവൻ അജ്ഞാനം കൊണ്ട്, അവന്റെ മോഹം കൊണ്ട് ഈ പ്രവൃത്തിയെല്ലാം തന്നെ നടക്കുന്നു എന്ന് കരുതുന്നു. ഇവിടെ കർമ്മയോഗി അങ്ങനെ കരുതരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇതിനെ വിശദീകരിക്കുന്നത്. അല്ലെങ്കിൽ അജ്ഞൻ ആണ് കർമ്മയോഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവൻ കർമ്മയോഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ കർമ്മത്തെ എങ്ങനെ കരുതുന്നു എന്നവനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അവന് വിജ്ഞനാകാൻ കഴിയും. അത് ബോധിപ്പിക്കുകയാണ്. കാര്യകരണ അഭിമാനിയാണ് കർമ്മയോഗി. കാര്യകരണങ്ങളിലാണ് അവൻ അഭിമാനിച്ചിരിക്കുന്ന, ആത്മാവിനല്ല. അവിദ്യയ കർമാണി ആത്മനി മന്യമാനഃ. അവന്റെ അജ്ഞാനം കൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം തന്നിൽ നടക്കുന്നു എന്ന് കരുതുന്നു. ഈ കർമ്മം ചെയ്യാനും ചെയ്യിപ്പിക്കാനും ഇവിടെ പറയുന്നുണ്ടെങ്കിലും ഈ തരത്തിലുള്ള അഭിമാനത്തെ അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ശരീരബോധം, ശരീരാഭിമാനം, അതിനോട് ചേർന്ന് വരുന്ന മമത, ഇതെല്ലാം കർമ്മയോഗിയിൽ കർമ്മത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ്. അതിനെയൊന്നും അംഗീകരിക്കുന്നില്ല. അതിനെല്ലാം നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വിശദീകരിക്കുന്നത്. തത്തത് കർമ്മണ അഹം കർത്തേരി മന്യതി. അവനെന്ത് ചെയ്യുന്നു? ഓരോ കർമ്മം ചെയ്യുമ്പോഴും
ഞാൻ ഇത് ചെയ്യുന്നവനാണ്, ഞാൻ ഈ കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നവനാണെന്ന് തന്നെ കുറിച്ച് ധരിക്കുന്നു. താൻ വാസ്തവത്തിൽ അസംഗനായ ആത്മസ്വരൂപമാണ് എന്നിരിക്കുന്നു. ആ തത്വത്തെ വിസ്മരിച്ചുകൊണ്ട് ഈ ശരീരാഭിമാനം കൊണ്ട് കർമ്മത്തിനും ഫലത്തിനും താൻ അവകാശിയാണെന്ന് കരുതുന്നു. അത് പാടില്ല എന്നാണ്, അത് ശരിയല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. കർമ്മം ചെയ്യണം, കർമ്മത്തെ ചെയ്യിപ്പിക്കണം എന്ന് ഇവിടെ ശക്തമായി ആവശ്യപ്പെടുമ്പോഴും ആ കർമ്മിയുടെ നില എന്താണ്? അത് കഷ്ടമാണ് എന്നിവിടെ പറയുകയാണ്. ആ കർമ്മി ഒരിക്കലും തന്റെ നിലയിൽ നിന്നുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, കർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷെ കർമ്മിയുടെ അവസ്ഥയെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? അവിടെ കർത്തൃത്വമുണ്ട്, അവൻ അഹങ്കാര വിമൂഢാത്മാവായിരിക്കുന്നു. ഇതിനെയൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നു. കർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് കരുതി കർമ്മിയുടെ അവസ്ഥകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് കരുതരുത്. അതിലൂടെ തെളിയിച്ചു തരുന്ന എന്തിനു വേണ്ടി? അത് നിന്ന് അവൻ സ്വതന്ത്രനാവണം, അവനതിന് ഒരു തിരിച്ചറിവുണ്ടാവണം. ഈ കർമ്മം എന്ന് പറയുന്നത് പ്രകൃതിയുടെ കാര്യമായ ശരീരവും ഇന്ദ്രിയങ്ങളും കൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഒന്നാണ്. അങ്ങനെ കർമ്മം ചെയ്യുന്നത് തന്നെ അവൻ മോഹിതനായതുകൊണ്ടാണ്. അഹന്തയാണ് ഇതിനെല്ലാം മൂലകാരണമായിരിക്കുന്നത്. ഇതിൽ നിന്ന് സ്വതന്ത്രനാകാൻ വേണ്ടിയാണ് അവൻ കർമ്മം അനുഷ്ഠിക്കേണ്ടത്. കർത്താഹം, ഞാൻ ചെയ്യുന്നവനാണ് എന്നുള്ള ആ ബോധം ഇല്ലാതാകുന്നതിന് വേണ്ടിയാണ് അവനെ കർമ്മത്തിൽ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ കർമ്മത്തിൽ നിന്ന് മോചിക്കുന്നതിന്, കർമ്മത്തെ അതിജീവിക്കുന്നതിന് കർമ്മയോഗമാണ് ഉപായം. അതാണ് ഇവിടെ പറയുന്നത്. അജ്ഞാനിയായി അഹന്തയോടും മമതയോടും കൂടി കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവനെ ഒരിക്കലും കേവലമായ തത്വജ്ഞാനം കൊണ്ട് ഈ കർമ്മത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധ്യമല്ല. മറിച്ച് കർമ്മത്തോടുകൂടി, തത്വബോധത്തോടുകൂടിയ കർമ്മം, അല്ലെങ്കിൽ കർമ്മം തത്വബോധത്തോടുകൂടി ചെയ്യണം. അതാണ് യോഗയുക്തമായ കർമ്മം എന്ന് പറയുന്നത്. അതാണ് കർമ്മയോഗം. അത് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ കർമ്മത്തെ അന്ധമായി പ്രോത്സാഹിപ്പിക്കുക. അന്ധമായ കർമ്മത്തിനും തത്വബോധത്തിനും ഇടയ്ക്കൊരു തലമുണ്ട്. ആ തലത്തിൽ സാമാന്യ മനുഷ്യനെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപദേശിക്കുന്നത്. അവന്റെ വാസ്തവത്തിലുള്ള നില എന്താണെന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അഹങ്കാര വിമൂഢാത്മാവാണ്. ഇതിൽ നിന്നവൻ തത്വബോധം കൊണ്ട് മോചിക്കണം. എന്നാൽ അവന് കർമാനുഷ്ഠാനത്തെ വിടാനും പറ്റത്തില്ല. അതാണ് കർമ്മയോഗം. അപ്പൊ അജ്ഞാനിയായി ഇരുന്നുകൊണ്ട് തന്നെ അവൻ ജ്ഞാനത്തെ ആർജിക്കുന്നു. അജ്ഞാനിയായി ഇരുന്നുകൊണ്ട് തന്നെ അവൻ കർമ്മത്തെ അനുഷ്ഠിക്കുന്നു. അപ്പോൾ ശങ്കരാചാര്യ പറയുന്ന ജ്ഞാനകർമ്മ സമുച്ചയം അതിവിടെ വരത്തില്ല. എന്തുകൊണ്ട്? കാരണം അവൻ അജ്ഞനായിരിക്കുന്നു. ആർക്കാണോ ശരിയായ തത്വബോധമുള്ളത്, ജ്ഞാനനിഷ്ഠയുള്ളത്, അവിടെ കർത്തൃത്വബോധം വന്നാലേ ജ്ഞാനകർമ്മ സമുച്ചയം വരത്തുള്ളൂ. വ്യക്തമായ ആത്മബോധവും അവിടെ കർത്തൃത്വബോധവും അഹന്തയും എല്ലാം വരുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ജ്ഞാനകർമ്മ സമുച്ചയം വരും. അതൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് അത് വരുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവൻ അജ്ഞനായി തന്നെ ആയിരിക്കുന്നത്. അഹങ്കാര വിമൂഢാത്മാവായിരിക്കുന്നവനോട് പറയുകയാണ് നീ അസംഗനാണ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു ബോധത്തെ അവൻ സ്വീകരിക്കുന്നതുകൊണ്ട് അവിടെ അവനിൽ പറയുന്ന ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്ന ദോഷം വരുന്നില്ല. അതാണ് യോഗം. ആ യോഗം സമത്വബുദ്ധി. ആ യോഗബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുക. അതിന് കർമ്മത്തിന്റെ വാസ്തവ നില എന്താണെന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആണ് പറയുന്നത്. ശ്ലോകത്ത് നോക്കുക. അഹങ്കാര വിമൂഢാത്മാ അഹംബോധത്തോടുകൂടി
മൂഢമായ അന്ധകരണത്തോടുകൂടിയ അജ്ഞൻ പ്രകൃതേഹേ ഗുണൈഹി പ്രകൃതിയുടെ കാര്യങ്ങളായിരിക്കുന്ന ശരീരവും ഇന്ദ്രിയങ്ങളും കൊണ്ട് സർവശഃ എല്ലാ തരത്തിലുമുള്ള കർമാണി ക്രിയമാണാനി കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ അഹം കർത്ത ഞാൻ കർത്താവാണ് ഇത് എന്ന് മന്യതേ സ്വയം കരുതുന്നു. പ്രകൃതി ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാരവിമൂഢാത്മാ കർത്താഹമിതി മന്യതേ തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മവിഭാഗയോഃ ഗുണാ ഗുണേഷു വർത്തന്തെ ഇതി മത്വാ ന സജ്ജതേ. കർമ്മയോഗിയുടെ നില, തത്വജ്ഞന്റെ നിലയും അതെന്താണെന്നാണ് ഇവിടെ പറയുന്നത്. യഹ പുന വിദ്വാൻ തത്വവിദ്, തത്വജ്ഞാനിയുടെ നില അത് കർമ്മയോഗിയുടെ അനുഷ്ഠാനമാണ്. അതെങ്ങനെയാണ്? തത്വവിത്തോ മഹാബാഹോ, കസ്യ തത്വവിത്ത് ഗുണകർമ്മ വിഭാഗയോ ഗുണവിഭാഗസ്യ കർമ്മവിഭാഗസ്യ ച തത്വവിത്ത്. ഗുണവിഭാഗങ്ങളെയും ഗുണഭേദങ്ങളെയും കർമ്മഭേദങ്ങളെയും വിവേചിച്ചറിയുന്നവൻ. എന്താണ് ആത്മാവ്, ഗുണത്തിന്റെ കാര്യങ്ങൾ എന്താണ്, കർമ്മങ്ങൾ എവിടെ എങ്ങനെ സംഭവിക്കുന്നു, ഇത്തരം കാര്യങ്ങളാണ് ഇതുവരെയും പറഞ്ഞത്. കർമ്മങ്ങൾ ഒരിക്കലും തന്റെ വാസ്തവ സ്വരൂപത്തിൽ സംഭവിക്കുന്നില്ല. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലും ബുദ്ധിയിലും ഇന്ദ്രിയങ്ങളിലും ശരീരത്തിലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കർമ്മവിഭാഗം. ഗുണവിഭാഗം പ്രകൃതി സത്വരജസ്തമോത്മികയായിരിക്കുന്ന കർമ്മസ്വരൂപിണിയായിരിക്കുന്ന പ്രകൃതിയുടെ കാര്യങ്ങളാണ് ഈ ശരീരവും ഇന്ദ്രിയങ്ങളും മറ്റും. അതിനും താനുമായി യാതൊരു ബന്ധമില്ല. താൻ അതല്ല, മറിച്ച് തന്നിൽ അത് നിലനിൽക്കുന്നവയാണ് ഇതെല്ലാം എന്നുള്ള തത്വത്തെ, യാഥാർത്ഥ്യത്തെ അറിയുന്നവൻ. അങ്ങനെ അറിയുന്നവനായ തത്വജ്ഞാനിയും കർമ്മയോഗി രണ്ടുപേരും. അതിൽ കർമ്മയോഗി കർമ്മം അനുഷ്ഠിക്കുമ്പോൾ കർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മയോഗിയും തത്വജ്ഞാനിയാണ്, തത്വവിത്ത്. ഇവിടെ കർമ്മ പ്രകരണത്തിൽ തത്വബോധവൻ എന്ന് പറയുന്നത് അജ്ഞാനിയായ കർമ്മ അനുഷ്ഠാതാവിൽ നിന്നും കർമ്മയോഗിയെ വേർതിരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടുപേരും തമ്മിൽ വ്യത്യാസമുണ്ട്. കർമ്മയോഗിയും തത്വത്തെ അറിയുന്നുണ്ട്, അത് അയാളുടെ അനുഭവത്തിൽ വന്നില്ലെന്നേ ഉള്ളൂ. അയാളെന്ത് ചെയ്യുന്നു? ഗുണാഹ കരണാത്മക ഗുണേഷു വിഷയാത്മികേഷു വർത്തന്തി. കാരണം ഗുണം സത്വരജ സമരൂപത്തിലുള്ള ഗുണമാണ് ഇവിടെ രണ്ടായി പിരിഞ്ഞു നിൽക്കുന്നത്. ഒന്ന് ശരീരം, ഇന്ദ്രിയം, മനസ്സ് ഈ രൂപത്തിൽ നിൽക്കുന്നു. എന്തിനുവേണ്ടി? കർമ്മ ഉപകരണങ്ങളായി. കർമ്മം ചെയ്യുന്നതിന് ജീവനുള്ള ഉപകരണങ്ങളായി തിരിഞ്ഞിരിക്കുന്നു, കരണങ്ങളായി തിരിഞ്ഞിരിക്കുന്നു ഗുണങ്ങൾ. അതുകൊണ്ട് ഗുണങ്ങളെന്ന് പറയുന്നുണ്ട് കരണാത്മക എന്ന് പറഞ്ഞു. കർമ്മം ചെയ്യുന്നതിന് ഉപകരണം വേണമല്ലോ, ജീവന്. കർമ്മം ചെയ്യുന്ന ഒരു ജീവൻ, അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്താണ്? ഈ ശരീര, മനസ്സും മറ്റും. ഈ കർമ്മം എവിടെ ചെയ്യുന്നു, എവിടെയാണത് അനുഷ്ഠിക്കപ്പെടുന്നത്? വിഷയാത്മകേഷു. ഗുണങ്ങൾ വിഷയരൂപത്തിൽ നിൽക്കുന്നു. ശബ്ദസ്പർശരൂപ രസഗന്ധം എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളും വരും. ആ വിഷയരൂപത്തിൽ നിൽക്കുന്നതും ഈ ഗുണങ്ങളാണ്. കരണരൂപത്തിൽ നിൽക്കുന്നതും ഈ ഗുണങ്ങളാണ്. ജീവൻ എന്ത് ചെയ്യുന്നു? കരണരൂപത്തിൽ നിൽക്കുന്ന ഈ ഗുണങ്ങളെ ഉപയോഗിച്ചിട്ട് വിഷയങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നു. അതാണ് കർമ്മം.
നമ്മുടെ ഗുണാഗുണേഷു ഈ കരണങ്ങളും ഗുണങ്ങളാണ്, വിഷയങ്ങളും ഗുണങ്ങളാണ്. കാരണം കർണരൂപത്തിലും വിഷയരൂപത്തിലും പരിണമിച്ച ഒന്ന് തന്നെ. അതുകൊണ്ട് രണ്ടിനും ഒരേ പേര് ഇവിടെ പറഞ്ഞു. ഗുണങ്ങൾ ഗുണങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. സത്വരജസ്തമോ ഗുണങ്ങൾ പരിണമിച്ച് കരണങ്ങളായിട്ട് അതിന്റെ തന്നെ പരിണാമമായ രൂപരസാദികളിൽ പ്രവർത്തിക്കുന്നു, വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതാണ് കർമ്മം എന്ന് തിരിച്ചറിയുന്നു. അതാണ് തത്വവിത്ത് കർമ്മയോഗി തിരിച്ചറിയുന്നു. എന്ന് പറയുമ്പോൾ കർമ്മം തന്നിൽ സംഭവിക്കുന്നില്ല വാസ്തവത്തിൽ, പരമാർത്ഥത്തിൽ. അതാണ് ഗുണേഷു വിഷയാത്മികേഷു വർത്തന്തേ. ഗുണങ്ങൾ ഗുണങ്ങളിൽ വർത്തിക്കുന്നു, ഇന്ദ്രിയങ്ങളിൽ വിഷയങ്ങളിൽ വർത്തിക്കുന്നു, കരണങ്ങൾ വിഷയങ്ങളോട് ചേർന്ന് നിൽക്കുന്നു. ഇതാണ് കർമ്മം. ആത്മാ ആത്മാവല്ല ഇവിടെ കർമ്മരംഗത്ത് നിൽക്കുന്നത്, താനല്ല നിൽക്കുന്നത്. ആത്മാവെന്ന് വെച്ചാൽ താൻ. കർമ്മയോഗി അത് തിരിച്ചറിയുന്നു. അതാണ് വിവേകം. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ്? തന്റെ ഇന്ദ്രിയങ്ങളും തന്റെ ശരീരവും എല്ലാം. അപ്പോൾ തന്റെ ഇന്ദ്രിയങ്ങൾ തന്റെ ശരീരം എന്ന് പറയുമ്പോൾ താൻ കർമ്മം ചെയ്യുന്നില്ല. ഇതാണ് കർമ്മയോഗിയുടെ ബോധം. ആത്മാ സ്വയം താൻ കർമ്മത്തിലില്ല. ഇതിമത്വ എന്നറിഞ്ഞിട്ട് എന്നുള്ള ബോധം കൊണ്ട് മനനം ചെയ്തറിഞ്ഞിട്ട് ആണ് മത്വ എന്ന് വിചാരം ചെയ്ത് അവൻ മനസ്സിലാക്കുന്നു. ഇവിടെ കർമ്മരംഗത്ത് നിന്നുകൊണ്ട് തന്നെ, കർമ്മത്തെ ഉപേക്ഷിച്ചിട്ടല്ല വിചാരം ചെയ്യുന്നത്, കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ അവൻ വിചാരം ചെയ്യുന്നു. ഈ കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നത് തന്റെ ശരീരരൂപത്തിൽ തന്റെ മനോരൂപത്തിനുമുള്ള കരണത്തെ ആശ്രയിച്ച് ഈ കരണങ്ങൾ ബാഹ്യമായ വിഷയങ്ങളിൽ പ്രവർത്തിക്കുകയാണ്. അതാണ് കർമ്മം എന്ന് പറയുന്നത്. തനിക്ക് സഞ്ചത, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. താൻ ഈ കർമ്മം നടന്നുകൊണ്ടിരിക്കുമ്പോഴും താൻ ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നു, ഇതിനോട് ബന്ധപ്പെടാതിരിക്കുന്നു. ശക്തിം ന കരോതി, ഇതിനോട് ഒരു തരത്തിലുള്ള ശക്തിയും ബന്ധനവും തനിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ കർമ്മങ്ങൾ സംഭവിക്കുന്നില്ല, ശരീരത്തിലും മനസ്സിലും ബാഹ്യമായ വിഷയങ്ങളോട് ചേർന്നുമാണ് ഈ പ്രവൃത്തികളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിൽ കർമ്മം ചെയ്യുമ്പോൾ തന്നെ ഒരു കർമ്മയോഗി നിൽക്കുന്നതിനാണ് ശക്തി നഗരോധി എന്ന് പറയുന്നത്. ശക്തിയെ, ബന്ധനത്തെ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് വേറിട്ട ഒരു സ്വരൂപം തനിക്കുണ്ട്, അവിടെ കർമ്മത്തിന് നിലയില്ല എന്ന് തിരിച്ചറിയുന്നു. അതാണ് കർമ്മയോഗിയുടെ തത്വജ്ഞാനം. ഈ ഒരു തത്വജ്ഞാനത്തെ കർമ്മയോഗി ശീലിക്കുന്നു. തത്വജ്ഞാനിയിൽ ഇത് സഹജമായിരിക്കുന്നു, അവിടെ ശീലിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഗീതയിൽ പറയുന്ന ആത്മീയത എന്ന് പറയുന്ന ഇതാണ് മുഖ്യമായിട്ട്. മറ്റു തരത്തിലുള്ള അഭ്യാസങ്ങളൊക്കെ ഇവിടെ ഗൗണമാണ്, രണ്ടാമതേ വരുന്നത്. മുഖ്യമായി പറയുന്ന ആത്മീയ ജീവിതമെന്നോ അല്ലെങ്കിൽ ആത്മീയ ഉപദേശമെന്നോ ആത്മീയ അനുഷ്ഠാനമെന്നോ ഒക്കെ പറയുന്നത് ഈ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യമാണ്. ഗീതയിൽ പറയുന്നത്, ഭഗവാൻ ഉപദേശിക്കുന്നത് നിസ്സംഗത, അനാസക്തി, ഇതാണ്. അതെങ്ങനെ? അതിനുവേണ്ടി പ്രത്യേകിച്ചൊരു അനുഷ്ഠാനമില്ല, പ്രത്യേകിച്ച് വേഷവിധാനങ്ങളൊന്നുമില്ല. ഒരുവൻ ഏത് കർമ്മരംഗത്താണോ നിൽക്കുന്നത് ആ കർമ്മരംഗത്തോടുള്ള അവന്റെ മാനസിക ഭാവനയ്ക്ക് വ്യത്യാസം വരിക, അത്രയും. ആ മാനസിക ഭാവനയുടെ വ്യത്യാസം എന്താണ്? തന്നിൽ കർമ്മമില്ല. അശ്വമ കർമ്മം നടക്കുന്നുണ്ട്, താൻ കർമ്മം ചെയ്യുന്നുണ്ട്, അത് ഗുണങ്ങളിൽ വർദ്ധിക്കുന്നതാണ്. തന്റെ യഥാർത്ഥ സ്വരൂപം നിസ്സംഗമാണ്, കർമ്മത്തോട് സംഘം ബന്ധമില്ലാത്തതാണ്. താൻ ആത്മസ്വരൂപമാണ്. ആത്മസ്വരൂപത്തെ ആദ്യം തന്നെ വിശദീകരിച്ചു. അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും അത് വിശദീകരിക്കാത്തത്. ന ജായതേ മറിയതേ നിത്യ സർവഗത സ്ഥാണുരചലോയും സനാതന എന്നൊക്കെ പറഞ്ഞ ആ സ്വരൂപത്തെ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന ആത്മസ്വരൂപത്തിൽ കർമ്മങ്ങൾ നടക്കുന്നില്ല, താൻ അസംഗനായി ഇരിക്കുന്നു. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെയുള്ള ഒരു തിരിച്ചറിവ്, ഇങ്ങനെയുള്ള ഒരു ബോധം
അത് മനസ്സിൽ ശീലിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നതാണ് കർമ്മയോഗം. അതിവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അത് തത്വജ്ഞാനിയുടെ അനുഭവമായിട്ടും കർമ്മയോഗിയുടെ അഭ്യാസമായിട്ടും ഇവിടെ പറയുന്ന ഒരു കാര്യത്തിൽ തന്നെ രണ്ട് കാര്യമില്ല. തന്റെ അസംഗതയെ കുറിച്ചുള്ള തിരിച്ചറിവ്, ബോധം, അതാണ്. ആ ബോധം ഉണ്ടായില്ലെങ്കിൽ അത് ഉണ്ടാകാൻ വേണ്ടി മനസ്സിൽ അതിനെ ഭാവന ചെയ്യുക. അതാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ വിചാരം ചെയ്ത് അതിനെ മനസ്സിൽ ദൃഢപ്പെടുത്തുക, മനനം. ആണ് മത്വ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് വരുന്നു? കർമ്മയോഗിക്ക് ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ തന്റെ ആ കർമ്മമണ്ഡലത്തോട് ബന്ധമുണ്ടാകുന്നില്ല. മനസ്സുകൊണ്ട് താൻ ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് ആ കർമ്മം ചെയ്യുന്ന സമയത്ത് തന്നെ വിട്ടു നിൽക്കാൻ കഴിയും. അതേസമയം കർമ്മത്തിൽ അവൻ ഉദാസീനനോ കർമ്മത്തിൽ അശ്രദ്ധയുള്ളവനോ ആകുന്നുമില്ല. കർമ്മത്തിൽ ശ്രദ്ധയുള്ളവനായിരിക്കുന്നു. അത് കർമ്മത്തിന്റെ തലത്തിൽ. ആത്മാവിന്റെ തലത്തിൽ അവന്റെ ശ്രദ്ധ ആത്മാവിലാണ്. കർമ്മത്തിന്റെ തലത്തിൽ കർമ്മയോഗിയുടെ ശ്രദ്ധ കർമ്മത്തിലാണ്. അതുകൊണ്ട് കർമ്മയോഗിക്ക് കർമ്മം അനുഷ്ഠിക്കുന്നതിൽ പിഴവ് വരുന്നില്ല. അതേസമയം തത്വദർശിയിൽ അയാൾ ആത്മാവിനെയും അനുസന്ധാനം ചെയ്യുന്നു. അതുകൊണ്ട് അയാൾക്ക് കർമ്മത്തിനോട് ബന്ധനം ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ നിസ്സംഗതയെ കർമ്മയോഗി അനുഭവിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നു. അതാണ് കർമ്മയോഗത്തിന്റെ മർമ്മം. അതാണ് ഇവിടെ പറയുന്നത്. ന സത്യം കരോതി, ബന്ധത്തെ ഉണ്ടാക്കുന്നില്ല. ഇത് ഒരു വഴിക്ക് കർമ്മം അതിന്റെ വഴിക്ക് നീങ്ങുന്നു. അതേസമയം കർമ്മയോഗിയുടെ തത്വബോധം അത് അതിന്റെ ഭാഗത്ത് ദൃഢമായും ഇരിക്കുന്നു. ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് പോകുന്നതാണ് കർമ്മയോഗി. അതാണ് യോഗം എന്ന് പറയും. രണ്ടിനെയും യോജിപ്പിക്കുക, കർമ്മത്തെയും തത്വബോധത്തെയും യോജിപ്പിക്കുക. അതാണ്. പക്ഷെ അത് ഒരു അഭ്യാസ രൂപത്തിൽ, പരിശീലന രൂപത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇത്തരം തത്വബോധം ഉണ്ടെങ്കിലും കർമ്മയോഗി അജ്ഞനെന്നിവിടെ പറയുന്നു. അത് ഒരു പരിശീലനം ആവശ്യമില്ലാത്ത തരത്തിലായിത്തീരുമ്പോൾ അയാളെ വിജ്ഞൻ, ജ്ഞാനി, തത്വവിത്ത് എന്ന് പറയുന്നു. അപ്പോൾ കർമ്മയോഗിയും തത്വജ്ഞാനിയാണ്, തത്വവിത്താണ് ഒരു പരിധിവരെ. അങ്ങനെ തത്വബോധമുള്ളവനെ കർമ്മയോഗിയാകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ആ കർമ്മയോഗത്തിൽ ആത്മനിഷ്ഠമായൊരു ഭാഗമാണ്, ഒരു മുഖ്യമായ ഭാഗം. അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അസംഗമായ സ്വസ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഭാവന ചെയ്തുകൊണ്ട് കർമ്മം ചെയ്യുന്ന ഭാഗം, അതിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റൊരു തലമുണ്ട്. എന്താണ്? തന്റെ കർമ്മത്തെ ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്ന ഒരു തലം, അഹന്തയെ ത്യജിക്കുന്നതിന് വേണ്ടി. അപ്പം മറ്റൊന്ന് അതിനെക്കുറിച്ചും പറയും. ഈ രണ്ട് തലങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും. ഒന്ന് ആത്മനിഷ്ഠമായൊരു തലം, മറ്റൊന്ന് ഈശ്വരനിഷ്ഠമായൊരു തലം. ആ രണ്ട് തലവും കർമ്മയോഗി സമന്വയിപ്പിക്കുന്നു. അതാണ് കർമ്മയോഗം അതിന്റെ പൂർണ്ണതയിൽ വരുന്നത്. ഇവിടെ സ്വനിഷ്ഠമായ ആത്മയോഗിയുടെ തത്വബോധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ വ്യക്തമായി ധരിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. മഹാബാഹോ, ആ സംബോധന തന്നെ ചെയ്യുന്ന എന്തിനാണ്? ഇതിനെല്ലാം ചെയ്യുന്നതിനുള്ള ക്ഷമത അർജുനുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംബോധന ചെയ്യുന്നത്. ഇതെല്ലാം നീ വിചാരിച്ചാൽ നടക്കും, അസാധ്യമായ കാര്യമല്ല. മഹാബാഹു എന്ന് വെച്ചാൽ പരാക്രമി എന്നാണ്. പരാക്രമമെല്ലാം കാണിക്കേണ്ടത് ഇവിടെയാണ്, ഈ യോഗാനുഷ്ഠാനത്തിലാണ് എന്ന് അർജുന ഓർമ്മിപ്പിക്കുകയാണ്. ഗുണകർമ്മ വിഭാഗയോഹോ തത്വവിത്ത്, ഗുണകർമ്മ വിഭാഗങ്ങളുടെ തത്വത്തെ അറിയുന്നവൻ ആയ ജ്ഞാനിയും കർമ്മയോഗിയും ഗുണേഷു വർത്തന്തേ, കർണങ്ങൾ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു.
അതാണ് കർമ്മം. അങ്ങനെ ഗുണാഗുണേഷു വർത്തന്തി, ഗുണങ്ങൾ കർണങ്ങൾ ഗുണേഷു വിഷയങ്ങളിൽ വർത്തന്തി പ്രവർത്തിക്കുന്നു. ഇതാണ് കർമ്മം. ഇതി മത്വ എന്ന് ധരിച്ചിട്ട് ന സജ്ജതേ, ശക്തിയെ ചെയ്യുന്നില്ല, കർമ്മബന്ധത്തെ ഉണ്ടാക്കുന്നില്ല. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തന്തേ ഇതി മത്വാ ന സജ്ജതേ. ഇവിടെ ഗീതയുടെ ഉപദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച്, കർമ്മയോഗത്തെയും മറ്റും സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടാണ് ഉപദേശിക്കുന്നത്. ഇതിന് വേറെ നിഗൂഢതകളൊന്നുമില്ല. ഇവിടെ പറയുന്ന കാര്യം ഉപദേശിക്കുന്ന കാര്യം വളരെ വ്യക്തമാണ്. പിന്നെ ആ നിഗൂഢത വരുന്ന ഇവിടെ അത് അനുഭവത്തിൽ വരുന്ന ഭാഗത്താണ് നിഗൂഢത വരുന്നത്, അനുഷ്ഠാനത്തിലല്ല. ഇത് ഗുഹ്യതമം ശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് അനുഷ്ഠാനത്തിലുള്ള വ്യക്തതയാണ്. അവിടെ നിഗൂഢതകളൊന്നുമില്ല. അനുഭവത്തിൻ്റെതായ ഒരു തലമുണ്ട്, അത് ദുർബുദ്ധികൾക്ക് അപ്രാപ്യമാണ്. അതുകൊണ്ടത് നിഗൂഢമാണ്, ഗുഹ്യതമമാണെന്ന് പറയുന്നു. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഗീതയിൽ നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും അനുഷ്ഠാനങ്ങൾ അത് നിഗൂഢമായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് അനുഷ്ഠിക്കാനാണില്ലാതെ വരും. തത്വജ്ഞാനിക്കല്ല ഇത് ഉപദേശിക്കുന്ന അജ്ഞന് വേണ്ടിയാണ്. അജ്ഞന് നിഗൂഢമായ ഒരു കാര്യം, വ്യക്തമല്ലാത്ത ഒരു കാര്യം ഉപദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് അനുഷ്ഠിക്കാനാണില്ലാതെ വരും. അതുകൊണ്ടിത് ഗുഹ്യതമം, രഹസ്യതമമായിരിക്കുന്നത് ഈ അനുഷ്ഠാനത്തിന്റെ ഫലമായി വരുന്ന അനുഭവത്തിന്റെ തലമാണ്. അത് എന്നും അജ്ഞന് നിഗൂഢമായി തന്നെ ഇരിക്കും. പക്ഷെ അജ്ഞന് കർത്തവ്യമായിരിക്കുന്ന, സ്വധർമ്മമായി അനുഷ്ഠിക്കേണ്ടി വരുന്ന ഈ അനുഷ്ഠാനങ്ങൾ ഇവിടെ ഗീതയിൽ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. അതിൽ യാതൊരു അവ്യക്തതയില്ല. അതുകൊണ്ട് ഭഗവാന്റെ ഉപദേശത്തിൽ അനുഷ്ഠാനത്തെ സംബന്ധിച്ച് വരുന്ന ഭാഗങ്ങളിൽ യാതൊരു നിഗൂഢതകളുമില്ല. അപ്പോൾ നിഗൂഢതയെ രണ്ട് തലത്തിൽ മനസ്സിലാക്കണം. ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ്, ധരിക്കുന്നതിന് വ്യക്തമാണ്, അനുഷ്ഠിക്കുന്നതും ലളിതമാണ്. അതിന്റെ ആത്യന്തികമായ ഫലം ഒരാൾക്ക് നിഗൂഢമായിരിക്കുന്നു. അതാണ് ഗുഹ്യതമം എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നു, പ്രകൃതിർ ഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു താൻ അകർഷ്ണവിദോ മന്ദാൻ കർഷ്ണവിന്ന വിചാരയേത്. യേ പുനഃ പ്രകൃതേഃ ഗുണൈഃ സമ്യക് മൂഢാഃ സമ്മോഹിതാഃ സന്തഃ സജ്ജന്തേ ഗുണാനാം കർമ്മസു ഗുണകർമ്മസു. വയം കർമ്മ കുർമ്മ ഫലായ ഇതി. സാധാരണ കർമ്മയോഗത്തിലേക്ക് കടക്കുന്ന ഒരു അജ്ഞാനിയുടെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. പ്രകൃതേഃ ഗുണൈഃ സമ്യക് മൂഢാഃ സമ്മോഹിതാഃ. എല്ലാ ജീവന്മാരും ഈ പ്രകൃതിയുടെ ഗുണങ്ങളിൽ, പ്രകൃതിയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ആ പ്രകൃതിയുടെ ഗുണങ്ങൾ കരണരൂപത്തിലും വിഷയരൂപത്തിലും ഇരിക്കും. ശരീര ഇന്ദ്രിയ മനോരൂപത്തിലും ശബ്ദസ്പർശരൂപ രസരൂപത്തിലും ബാഹ്യമായും ഇരിക്കുന്നു. ഇതിൽ സമ്യക് മൂഢാഃ സമ്മോഹിതാഃ, ഇതിൽ ജീവന്മാർ മോഹിതരായിരിക്കുകയാണ്. മനസ്സ് ഇതിനോട് ചെന്ന് പറ്റി, ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മനസ്സ് മുഴുകി ആത്മവിസ്മൃതിയിലിരിക്കുകയാണ്. അതാണ് സമ്മോഹിതാഃ. അവൻ ഈ കർമ്മത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ആത്മാവിനെ സ്മരിക്കാൻ കഴിയുന്നു. ഇതാണ് കർമ്മയോഗി. അങ്ങനെയല്ല, കർമ്മത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ആത്മാവിനെ സ്മരിക്കുന്നു. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സമ്മോഹിതാഃ സന്തഃ, സമ്മോഹിതരായി എന്ന് വെച്ചാൽ പൂർണ്ണമായും മോഹിതരായി
എന്ത് ചെയ്യുന്നു? സജ്ജന്തേ, ഇതിലങ്ങ് മുഴുകിപ്പോകുന്നു, കർമ്മത്തിൽപ്പെട്ടു പോകുന്നു. ഈ തത്വബോധമില്ലാതെ ഒരാൾ പറയുന്നു ഞാൻ നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുന്നു, പരാർത്ഥം കർമ്മം ചെയ്യുന്നു, അന്യർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഈ മോഹിതമായ അവസ്ഥയിലാണ്, മൂഢനാണ്. അതൊന്നും ഒരിക്കലും കർമ്മയോഗമല്ല. അവിടെ അത്തരം കർമ്മങ്ങൾ നമുക്ക് സത്കർമ്മങ്ങളെന്നോ ദുഷ്കർമ്മങ്ങളെന്നോ ഒക്കെ പറഞ്ഞ് വേർതിരിക്കാം. പക്ഷെ അവന് ഒരിക്കലും കർമ്മയോഗിയല്ല. എന്തുകൊണ്ട്? അവൻ മോഹിതനായിരിക്കുന്നിടത്തോളം കാലം അവന് കർമ്മയോഗിയാകാൻ അർഹതയില്ല. ഗുണാനാം കർമ്മസ് ഗുണകർമ്മസ്, ഈ ഗുണങ്ങളുടെ കർമ്മങ്ങൾ, ഗുണസംബന്ധിയായിട്ടുള്ള കർമ്മങ്ങൾ എന്ന് വെച്ചാൽ ഈ കരണങ്ങളോടും വിഷയങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങൾ, പിന്നെ ആത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് കർണങ്ങളോടും വിഷയങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങൾ. അല്ലെങ്കിൽ കർമ്മങ്ങളെല്ലാം നടക്കുന്നത് ഈ കർണങ്ങളെയും വിഷയങ്ങളെയും ആശ്രയിച്ചിട്ടാണ്. അതിനവിടെയും നിലനിൽപ്പുള്ളൂ. അങ്ങനെയുള്ള കർമ്മങ്ങൾ, അതാണ് ഗുണകർമ്മങ്ങളെന്ന് പറഞ്ഞത്. ഗുണങ്ങളെന്ന് പറഞ്ഞാൽ കർണങ്ങളും വിഷയങ്ങളും, അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് കർമ്മം. ഈ രണ്ട് തലത്തിലുമായിട്ട് നിൽക്കുകയാണ് കർമ്മങ്ങൾ. അത്തരം കർമ്മങ്ങളെ ഗുണകർമ്മസു എങ്ങനെ വയം കർമ്മ കുർമ്മഃ ഫലായ, ഇതാ ഞങ്ങൾ പ്രവർത്തിക്കുന്നു, പ്രവർത്തനത്തിന് ഇന്ന ഫലങ്ങളാണ്. അപ്പോൾ ഒരു അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഫലം ചിന്തിക്കാതെ, ഫലത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പമില്ലാതെ, ഏതെങ്കിലും തരത്തിലൊരു ഫലസങ്കല്പമില്ലാതെ കർമ്മം ചെയ്യാൻ സാധ്യമല്ല. അതാണ് സമ്മോഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കർമ്മയോഗിക്കേ സാധ്യമുള്ളൂ. കർമ്മയോഗത്തിന്റെ തത്വത്തെ മനസ്സിലാക്കിയ ഒരുവന് യാതൊരു ഫലത്തിലും കാംക്ഷയില്ലാതെ കർമ്മം ചെയ്യാൻ പറ്റും. അത്തരം കർമ്മം ചെയ്യുന്ന അവനെ സംബന്ധിച്ചിടത്തോളം അനായാസമായി ചെയ്യാൻ പറ്റും. എങ്ങനെയാണോ ഒരു കർമ്മി ആയാസപൂർവകമായി ഫലചിന്തയോടുകൂടി കർമ്മം ചെയ്യുന്നത്, അതേ സ്ഥാനത്ത് കർമ്മയോഗിക്ക് നിരായാസമായി യാതൊരു ഫലചിന്തയും കൂടാതെ അവന് കർമ്മം ചെയ്യാൻ പറ്റും. എങ്ങനെ? അവന് ഈ തത്വബോധം ഉണ്ടെങ്കിൽ. ഈ തത്വബോധം അവനുണ്ടെങ്കിൽ അനായാസമായി കർമ്മം ചെയ്യാൻ പറ്റും. അവന് ഒരിക്കലും ഒരു കർമ്മഫലചിന്തയും കർമ്മത്തിന് പ്രേരിപ്പിക്കത്തില്ല. മറിച്ച് തത്വബോധത്തിന്റെ വെളിച്ചത്തിൽ അവൻ സ്വധർമ്മമായി കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കും. മറിച്ചാണ് അജ്ഞൻ അതിനെ പറയുകയാണ് അതിൽ നിന്ന് മാറുന്നതിന് വേണ്ടി. ഇവിടെ അജ്ഞന്റെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്ന എന്തിനു വേണ്ടി? കാരണം അജ്ഞന്റെ അവസ്ഥയിൽ അജ്ഞന്റെ ഒരു പ്രധാന ലക്ഷണം എന്താണ്? അവൻ അജ്ഞാനത്തെ തിരിച്ചറിയുന്നില്ല, സ്വാവസ്ഥയെ അവൻ തിരിച്ചറിയുന്നില്ല. ഇവിടെ അതിനെ വിശദീകരിക്കുന്നതിന് വേണ്ടി ആ വിശദീകരണം എന്ന് പറയുന്നതാണ് വിവേകം. ആ വിവേകം കൊണ്ട് തന്റെ അവസ്ഥയെ അവൻ തിരിച്ചറിയണം. ഇവിടെ പറയുന്ന സമ്മോഹിത, തന്റെ സമ്മോഹത്തെ അവൻ തിരിച്ചറിയണം. താൻ കർമ്മസംഗിന, അങ്ങനെ കർമ്മസംഖ്യയായിരിക്കുകയാണ്. അങ്ങനെ കർമ്മസംഖ്യയായിരിക്കുന്നവനെ ആ കർമ്മസംഘത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഒരിക്കലും കർമ്മസന്യാസം എന്ന് പറയുന്ന ഒരു ആദർശത്തെ അവന്റെ മുമ്പിൽ വെച്ചു കൊടുക്കരുത്. അബദ്ധമായി തീരും എന്നാണ്. കർമ്മസന്യാസം എന്ന് പറയുമ്പോൾ ഈ കർമ്മം ബന്ധത്തെ ഉണ്ടാക്കുന്നതാണ്. കർമ്മത്തിന് കാരണം മോഹം, അവിവേകമാണ്. അതുകൊണ്ട് ഈ കർമ്മത്തിൽ നിന്ന് നീ മോചിക്കണം, അതിനുവേണ്ടി നീ ബാഹ്യമായ കർമ്മങ്ങൾ ഉപേക്ഷിക്കണം എന്ന് ഉപദേശിക്കരുത്. അതാണ് സാധാരണ അല്പബുദ്ധികൾ, അകൃഷ്ണവിത്ത് ആയിട്ടുള്ള ആചാര്യന്മാർ, ഗുരുക്കന്മാർ ചെയ്യുന്നത്. അത് ചെയ്യരുത്. താൻ കർമ്മസംഗിന അകൃഷ്ണവിദ, കർമ്മസംഖ്യയായിരിക്കുന്നു. അവൻ കൃഷ്ണവിദ്ദല്ല, കൃഷ്ണം പൂർണ്ണം, ആ പൂർണ്ണത്തെ അറിയുന്നവനല്ല, ശരിയായ ആത്മബോധത്തോടുകൂടിയവനല്ല. കർമ്മഫലമാത്ര ദർശിന, അവന് കർമ്മഫലത്തെ മാത്രമേ ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. അതായത് കർമ്മഫലത്തെക്കുറിച്ച് ഒരു സങ്കല്പവും ഇല്ലാത്ത ഒരു കർമാനുഷ്ഠാനത്തെക്കുറിച്ച് അവന് ചിന്തിക്കാനേ സാധ്യമല്ല. കർമ്മയോഗത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം, വിശദീകരിക്കുമ്പോഴെല്ലാം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കർമ്മഫലത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ, കർമ്മഫലത്തെക്കുറിച്ച് ഒരു സങ്കല്പം പോലും ഇല്ലാതെ എങ്ങനെ ഒരാൾക്ക് കർമ്മം ചെയ്യാൻ പറ്റും എന്നാണ്. കർമ്മയോഗം അതാണ് പറയുന്നത്. കർമ്മം അനുഷ്ഠാനം അനായാസമായി തീരുന്നത്, അത് സുഖകരമാകുന്നത് കർമ്മഫലത്തെക്കുറിച്ചുള്ള ചിന്ത ഇല്ലാതെ വരുമ്പോഴാണ്.
കർമ്മഫലത്തെക്കുറിച്ച് 100% ചിന്ത ഒഴിവാകുമ്പോഴാണ് കർമ്മം അനായാസമായി തീരുന്നത്. അപ്പോഴേ കർമ്മം നല്ലവണ്ണം അനുഷ്ഠിക്കാൻ പറ്റും. ഇതാണ് കർമ്മയോഗത്തിന്റെ തത്വം. കാരണം കർമാനുഷ്ഠാനത്തിന് കർമ്മഫല ചിന്തയുടെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. കർമ്മഫലത്തെ ഒരാൾ ആഗ്രഹിക്കേണ്ട കാര്യമില്ല. മറിച്ച് കർമ്മതത്വത്തെ മനസ്സിലാക്കിയാൽ മതി. ആ കർമ്മതത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് ഗുണാഗുണേഷു വർത്തന്തേ എന്ന് പറയുന്നത്. ഗുണകർമ്മങ്ങളുടെ നിലനിൽപ്പ് എന്താണ്, അതെവിടെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ തന്റെ അവസ്ഥയും മനസ്സിലാക്കും. താൻ ഇതിൽ നിന്ന് സ്വതന്ത്രനല്ല, താൻ കർമ്മത്തിന് പരതന്ത്രനായിരിക്കുന്നു, തനിക്ക് ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തത്വബോധത്തോടുകൂടി താൻ കർമ്മം ചെയ്യുന്നു എന്നറിഞ്ഞാൽ മതി. അവിടെ ഫലചിന്ത, ഫലാഗ്രഹം, അവിടെ കർമ്മയോഗിക്ക് ആവശ്യമേ. അതുകൊണ്ട് അകൃഷ്ണവിത്ത്, ഇങ്ങനെ അജ്ഞാനത്തിൽ മോഹിതനായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, കർമ്മഫലമാത്ര ദർശിയായിരിക്കുന്നവൻ, മന്ദാൻ മന്ദപ്രജ്ഞാൻ, അവനെ ഈ കർമ്മരംഗത്ത് നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി ഒരിക്കലും അവനോട് കർമ്മത്യാഗത്തെ ഉപദേശിക്കരുത്. കർമ്മത്യാഗം എന്ന് പറയുമ്പോൾ ബാഹ്യമായ കർമ്മത്യാഗം. കർമ്മത്തെ നീ ഉപേക്ഷിക്കുക, എന്നിട്ടിരുന്ന് ധ്യാനിക്കുക, അല്ലെങ്കിൽ ജപിക്കുക, പ്രാർത്ഥിക്കുക എന്ന് ഉപദേശിക്കരുത്. അതപകടമാണ്. മന്ദപ്രജ്ഞാൻ, അവനെ ആര്? കൃഷ്ണവിത്ത്, സർവവും അറിയുന്നവൻ, ഈ കർമ്മരഹസ്യത്തെ അറിയുന്നവൻ, ഈ തത്വത്തെ പൂർണ്ണമായി ഗ്രഹിച്ചിരിക്കുന്നവനാണ് കൃഷ്ണവിത്ത്, ആത്മവിത്ത്. കർമ്മം, അതിന്റെ ഫലം, അതിനാത്മാവുമായിട്ടുള്ള ബന്ധം, എങ്ങനെയാണ് അതിൽ നിന്നുള്ള മോചനം, ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി ധരിച്ചിരിക്കുന്ന ഒരുവൻ ആത്മവിത്ത്. സ്വയം ന വിചാരയേ, ഒരിക്കലും അവന്റെ ബുദ്ധിക്ക് ഇളക്കത്തെ ഉണ്ടാക്കരുത്. എന്നുവെച്ചാൽ അവന്റെ അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് അവൻ നിൽക്കുന്ന നിലയിൽ അവനെ നിർത്തി ആ വഴിക്ക് തന്നെ അവനെ മുന്നോട്ട് കൊണ്ടുപോകണം. അവൻ അവിടെ നിന്ന് മാറ്റി വേറെ വഴിയിലേക്ക് കൊണ്ടുപോയി അവനെ ഉയർത്താൻ ശ്രമിക്കരുത്. സ്വയം ന വിചാലയെ, ഒരുവൻ അകൃഷ്ണവിത്താണ്, അവനിതൊന്നും അറിയുന്നില്ല, അന്ധനായി കർമ്മത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റേയാളോ കൃഷ്ണവിത്ത്, ഇതെല്ലാ തത്വത്തെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ തത്വത്തെ അറിയുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും അജ്ഞന ബുദ്ധിഭേദം ഉണ്ടാക്കാതെ നിന്ന നിലയിൽ നിന്ന് അവനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് അവനെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ അല്ലാതെ ചെയ്യുന്നില്ല. അങ്ങനെ അല്ലാതെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ആരോട് ഉപദേശിക്കുകയാണ് ഈ കർമ്മങ്ങളെല്ലാം നീ ഉപേക്ഷിച്ചിട്ട് പോയിരുന്ന് ജപിച്ചോന്നോ പ്രാർത്ഥിച്ചോ എന്ന് പറയുകയാണെങ്കിൽ അയാൾ കൃഷ്ണവിത്തല്ല എന്നാണ്. ബുദ്ധിഭേദകരണമേവ ചാലനം, അവന് ബുദ്ധിഭേദത്തെ ഉണ്ടാക്കരുത്, അവന് ഒറ്റയടിക്ക് ജ്ഞാനിയാക്കാൻ ശ്രമിക്കരുത് ആണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ അവനെ ജ്ഞാനിയാക്കാൻ വേണ്ടി ബുദ്ധിഭേദകരണത്തെ ചെയ്യരുത്. എന്നുവെച്ചാൽ ഇതിവിടെ കൊടുക്കുന്ന ഏറ്റവും വ്യക്തമായ ഒരു ഉപദേശം, മറിച്ച് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ഒരു ഉപദേശമാണ്. അല്ലാതെ അവനോട് പെട്ടെന്ന് ആത്മതത്വത്തെ അഹം ബ്രഹ്മാസ്മി തത്വോപദേശി എന്നെല്ലാം ഉപദേശിച്ചിട്ട് അവനോട് പറയുന്നു ഇനി നിനക്കൊന്നും കർത്തവ്യമായിട്ടില്ല, നീ എല്ലാം ഉപേക്ഷിച്ചോ, ഇനി അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിച്ചോ എന്ന് ഉപദേശിക്കരുത്. അങ്ങനെ ഉപദേശിക്കുന്നില്ല എന്നാണ്. ഉപദേശിക്കരുതെന്ന് പറയേണ്ട കാര്യമില്ല. തത്വജ്ഞാനിക്കതറിയാം. ആ തത്വജ്ഞാനിയുടെ ആ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് തത്വജ്ഞാനി ഒരിക്കലും അങ്ങനെ ഉപദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി? ആരെങ്കിലും അങ്ങനെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ തത്വജ്ഞാനിയല്ല എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, അവന്റെ വാക്കിന് ചെവി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തന്ന കുര്യാ, അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് കർമ്മത്യാഗം പാടില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് വ്യക്തമായിട്ട്. കർമ്മങ്ങൾ ഉപേക്ഷിച്ചിട്ട്, കർത്തവ്യമായി വരുന്ന കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് മറ്റെന്തെങ്കിലും ആധ്യാത്മിക സാധനകളിൽ മുഴുകരുത് എന്നാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞത്. കർമ്മത്തിന് അധികാരിയായിട്ടുള്ളവൻ, അജ്ഞനായിട്ടുള്ളവൻ കർമ്മരംഗത്ത് നിന്ന്
വിട്ടിട്ട് ഗുഹയ്ക്കകത്ത് മുറിക്കകത്ത് കയറിയിരുന്ന് ജപിക്കുകയോ ധ്യാനിക്കുകയോ ഒന്നും ചെയ്യരുത്. അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാകത്തില്ല. അവൻ കർമ്മത്തിന് അധികാരിയാണെങ്കിൽ അത് ചെയ്തു തന്നെ തീരണം എന്നാണ്. അല്ല കർമ്മത്തെ വിട്ടത് പാടില്ല എന്നാണ്. ചിലർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ജപിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന അത് കർമ്മമായിക്കൂടെ എന്ന് ചോദിക്കും. ബാഹ്യമായ കർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ടൊരാൾ കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് അയാൾ ജപവും ധ്യാനവും മാത്രം ചെയ്യുന്നു, ബാഹ്യമായ കർമ്മങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത് കർമ്മമായിക്കൂടെ, അതിനെ കർമ്മയോഗമായി ചെയ്താൽ പോലെ എന്ന് ചോദിക്കും. അത് ബാഹ്യമായ കർമ്മങ്ങൾ ഉപേക്ഷിച്ചിട്ട് ജപവും ധ്യാനവും എന്ന് പറയുന്നത് കൂടുതൽ സൗകര്യമുള്ള ഒരു കർമ്മം, ചെയ്യാൻ സൗകര്യമുള്ള ഒരു കർമ്മമുള്ള എന്നുള്ള നിലയ്ക്ക് ഒരാൾ അതിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് അപകടമാണ്. ഇനി ഒരാളിൽ സഹജമായി കർമ്മങ്ങളെല്ലാം വിട്ട് മനസ്സ് ധ്യാനത്തിൽ തന്നെ മുഴുകിയിരിക്കുകയാണെങ്കിൽ അതിന് കർമ്മയോഗമല്ല, അയാൾ കർമ്മയോഗത്തെ അതിക്രമിച്ചു കഴിഞ്ഞു. ഒരാൾ സെലക്ട് ചെയ്യുകയാണ്, താൻ കർമ്മരംഗത്ത് നിൽക്കുകയാണ്, താൻ തന്നെ എന്ത് ചെയ്യുന്നു, എന്റെ കർമ്മം എന്ന് പറയുന്നത് അടുക്കളപ്പണിയോ മുറ്റപടിയോ ഒന്നുമല്ല, പക്ഷെ എന്റെ കർമ്മം എന്ന് പറയുന്നത് ധ്യാനമാണ് എന്ന് പറഞ്ഞൊരാൾ അതിനെ സ്വയം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അജ്ഞനാണ്, അവിവേകിയാണ്, കർമ്മത്തിന് അധികാരിയാണ്. അങ്ങനെയുള്ള ഒരുവൻ അങ്ങനെ സ്വയം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് അപകടമായിരിക്കും എന്നർത്ഥം. ഇനി ഒരാൾ സഹജമായി അങ്ങനെ ഒരു നിലയിൽ എത്തിച്ചേരുകയാണെങ്കിൽ അവിടെ പിന്നെ തിരഞ്ഞെടുക്കലില്ല, അതായി തീരുകയാണ്. അവിടെ മറ്റൊരാൾക്ക് അതിനെ നിരൂപണം ചെയ്യുന്നതിനുള്ള അവകാശം ഇല്ല. ഇതങ്ങനെയല്ല, ഇത് ഒരു കർമ്മരംഗത്ത് നിന്നുള്ള ഒഴിഞ്ഞുമാറലായി. കൂടുതൽ സൗകര്യമായ, കൂടുതൽ അനായാസമായ കർമ്മമെന്ന് കരുതി ഒരജ്ഞൻ മറ്റൊരു തനിക്ക് എളുപ്പമെന്ന് തോന്നുന്ന ഒരു കർമ്മത്തിലേക്ക് പോവുകയാണ്. ആ കർമ്മം തനിക്ക് യോജിച്ചതല്ല എന്ന് അയാൾ അധികം വൈകാതെ തിരിച്ചറിയും. അധികം വൈകുന്ന വെച്ചാൽ എത്ര കാലം കൊണ്ട് തിരിച്ചറിയും? ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വന്നെന്നിരിക്കും. 10-12 വർഷം ചിലപ്പോൾ ഒരാൾ അത് തിരിച്ചറിയാൻ ചിലപ്പോൾ വേണ്ടി വന്നെന്നിരിക്കും. ചിലപ്പോൾ തിരിച്ചറിഞ്ഞില്ലെന്ന് വരും ചാകുന്നത് വരെ. അങ്ങനെയുള്ളവരെയും കാണാറുണ്ട്. എത്രയും നേരത്തെ തിരിച്ചറിയുന്നോ അത്രയും നേരത്തെ അയാൾ രക്ഷപ്പെടും. തന്റെ കർമ്മരംഗം ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ കർമ്മം, ആ കർമ്മരംഗത്തിൽ നിന്ന് വിടാതെ ആ കർമ്മത്തോട് ഒരുമിച്ച് ബാക്കിയെല്ലാം കൊണ്ടുപോയാൽ അത് ദോഷമില്ല. കർമ്മത്തെ വിട്ടിട്ട് വേറൊരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് കാരണം എന്തുകൊണ്ട് അങ്ങനെ ഒരാൾ കർമ്മരംഗത്ത് നിന്ന് വിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, കുറച്ച് കഴിയുമ്പോൾ കാണാം അയാൾ അതും വിടുന്നതായിട്ട് കാണാം. ആ രംഗം വിടും. എങ്ങനെയാണോ മുമ്പ് കർമ്മത്തെ വിട്ടത് അതുപോലെ ജപത്തെയും ധ്യാനത്തെയും വിടും. അതാണ് സാധാരണ കണ്ടുവരുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ അവർക്ക് സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്ന വിചാരം ഇതിലൂടെ പറയുന്നു. എവിടെന്നെങ്കിലും കേട്ട് ധരിച്ച് ഈ കർമ്മം ചെയ്യുന്നത് ഒരു ആധ്യാത്മിക സാധനയല്ല. ഈ ആധ്യാത്മിക സാധന എന്ന് പറഞ്ഞാൽ മറ്റെന്തോ ഒന്നാണ്, തലയ്ക്ക് വട്ടുപിടിപ്പിക്കുന്ന അഭ്യാസങ്ങളാണ് എന്ന് ധരിച്ചിട്ടാണ്, എന്ന് ധരിച്ചിട്ട് അങ്ങോട്ട് മാറിപ്പോകുന്നതാണ്. അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാകത്തില്ല. ഇവിടെ പറയുന്നത് എന്താണ്? ആ ജീവന്റെ ഒരു തത്വം പറയുകയാണ്. അവൻ അജ്ഞനാണോ മോഹിതനാണോ അവൻ കർമ്മരംഗത്ത് നിന്ന് കർമ്മം ചെയ്തേ പറ്റൂ. ഒരാൾ അതിനെ പൂർണ്ണമായും വിട്ടിട്ട് മറ്റെന്തെങ്കിലും അഭ്യാസങ്ങൾ ചെയ്താൽ അതൊന്നും കർമ്മമാകത്തില്ല, അതിന് കർമാഭാസമായി പോകത്തേയുള്ളൂ. അതെല്ലാം നമ്മുടെ മനസ്സിന്റെ ഓരോ ദുരാഗ്രഹങ്ങൾ കൊണ്ട് നമ്മളോരോ അഭ്യാസങ്ങൾ എന്തെങ്കിലും സ്വാർത്ഥമായ താല്പര്യങ്ങൾ വെച്ച് ചെയ്യുന്നതാണ്. കർമ്മത്തോട് ചേർന്ന് അതൊക്കെ ആകാം, കർമ്മത്തിന്റെ ഭാഗമായി അതൊക്കെ അനുഷ്ഠിക്കാം. അല്ല കർമ്മത്തെ വിടാൻ ഒക്കത്തില്ല. അയാൾ
അജ്ഞനായതുകൊണ്ട് തന്നെ. അപ്പൊ കർമ്മരംഗത്ത് നിന്ന് കർമ്മങ്ങളെ അനുഷ്ഠിച്ച് കർമ്മത്തെ തന്നെ മുഖ്യമായ സാധനം എടുത്തുകൊണ്ട് അതോടൊപ്പം മറ്റു കാര്യങ്ങളെയും കൂട്ടിച്ചേർത്ത് പോയാൽ അത് ഗുണം ചെയ്യും. ചില ചോദിച്ചിട്ടുണ്ട് കർമ്മയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ചില ചോദിക്കുകയാണ്, വായിച്ചുകൊണ്ടിരുന്നാൽ അത് കർമ്മയോഗമാകുമോ? എപ്പോഴും പുസ്തകം വായിച്ചുകൊണ്ടേയിരിക്കുക. അതെ, മംഗളവും മനോരമയൊന്നുമല്ല, ഗീതയും ഭഗവത്ഗീതയും ഉപനിഷത്തും ഒക്കെയാണ്. അതിങ്ങനെ എപ്പോഴും വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കർമ്മയോഗമാകും. ഒരാളെന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു ശരി, ഇത് തന്നെ കർമ്മയോഗം. പരീക്ഷിച്ച് നോക്കിക്കോളുക. എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് കർമ്മയോഗം എന്ന് കരുതുന്നെങ്കിൽ എപ്പോഴും വായിച്ചുകൊണ്ടേയിരിക്കുക. നോക്കാം അത് കർമ്മയോഗം ആകുമോ എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഇയാൾ എപ്പോഴും വായിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ഒരു 6 മാസത്തിനകം ഇയാളുടെ ഭഗവത്ഗീതയ്ക്കകത്തുനിന്ന് ഞാനൊരു മനോരമ കണ്ടെടുത്തു. ഇത് നടന്ന സംഭവമാണ്. അപ്പോ ആഗ്രഹങ്ങളാണ് മനസ്സിന്റെ ആഗ്രഹം. അതൊക്കെ എന്താണ്? ഈ കർമ്മമെല്ലാം വിട്ടിട്ട് ഇപ്പോൾ വായിച്ചുകൊണ്ടേയിരിക്കുക. വായിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ ആത്മബോധം വന്ന് മനസ്സിൽ നിറയും. പിന്നെ സുഖമായിരിക്കും, ആനന്ദമായിരിക്കും. കൽപ്പനകളാണ്, ഭാവനകളാണ്. കാരണം അടിസ്ഥാനപരമായി നിൽക്കുന്ന എന്താണ്? അവന്റെ ചിത്തശുദ്ധിയുടെ കുറവാണ്. ആ ചിത്തശുദ്ധി കർമാനുഷ്ഠാനത്തിലൂടെ അല്ലാതെ സാധ്യമല്ല. അത് ഈ മറ്റു അഭ്യാസങ്ങൾ പോലെ തന്നെ ഇതും കുറച്ച് സമയം കഴിയുമ്പോൾ അവന് പോരാന്ന് തോന്നും. അപ്പോൾ മനസ്സ് വേറെ വഴിക്ക് തിരിയും. അത് ഒന്നും ചിത്തശുദ്ധിക്ക് ഉപകരിക്കത്തില്ല. കർമ്മം യോഗം ചെയ്യാൻ പറയുന്നത് ഒരു നിർബന്ധം എന്നുള്ള നിലയ്ക്കല്ല, മറിച്ച് ചിത്തശുദ്ധിക്ക് അത് ആവശ്യമായതുകൊണ്ടാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ഒരുവനെ മാറ്റുന്നു. അതാണ് മുഖ്യ സാധനയെന്ന് അവനെ ബോധിപ്പിക്കാത്ത ഉപദേശങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ഒരിക്കലും ചെയ്യുന്നില്ല തത്വജ്ഞാനികൾ. കർമ്മത്തിൽ തന്നെ നിലനിർത്തുന്നു, കർമ്മം തന്നെ ചെയ്യുന്നു എന്നറിയാം. ഇനി അതിനെയൊക്കെ അതിക്രമിച്ചവരുണ്ടെങ്കിൽ, ഈ കർമ്മയോഗത്തിന്റെ നിലയൊക്കെ അതിജീവിച്ചോ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ തത്വവിത്ത് എന്ന് പറയുന്നു. ആ തത്വവിത്ത് പോലും കർമ്മം ചെയ്തുകൊണ്ട്, നല്ലവണ്ണം കർമ്മം ചെയ്തുകൊണ്ട്, എന്തിനു മറ്റുള്ളവരെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാൻ വേണ്ടി കർമ്മം ചെയ്യണം, അതാണ് പ്രധാനമായിട്ടുള്ളത് എന്നാണ് ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നത്. തന്ന കുര്യാത. അതുകൊണ്ടൊരിക്കലും അജ്ഞാനികളിൽ ബുദ്ധിഭേദത്തെ ഉണ്ടാക്കാതെ അവരെ കർമ്മത്തിൽ പ്രവർത്തിപ്പിക്കണം എന്നാണ്. ഇനി ശ്ലോകത്തിൽ നോക്കുക. പ്രകൃതേഹി ഗുണസമ്മൂഢ. പ്രകൃതിയുടെ ഗുണകർമ്മങ്ങളിൽ മോഹിതരായിരിക്കുന്നവർ, അജ്ഞാനികൾ, ഗുണകർമ്മസു, ആ ഗുണകർമ്മങ്ങളിൽ സജ്ജന്തേ, ആസക്തരായിരിക്കുന്നു. താൻ മന്ദാൻ അകൃഷ്ണവിദ, അങ്ങനെയുള്ള മോഹിതരായ അല്പജ്ഞന്മാരെ, അജ്ഞാനികളെ, കൃഷ്ണവി, തത്വജ്ഞൻ എന്ന വിചാലയെ, വ്യതിചലിപ്പിക്കരുത്. കർമ്മത്തിൽ നിന്നും അവരെ ഉപദേശിച്ച് മാറ്റരുത്. പ്രകൃതേർ ഗുണസമ്മൂഢ സഞ്ജന്തേ ഗുണകർമ്മസു താൻ അകൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയേത്. മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ നിരാശേർനിർമ്മമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ.
പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.